യുവാക്കളുള്ള നല്ല ഒരു സദസ്സിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മനുഷ്യരുള്ളിടത്ത് മുഴുവനും ഈ വിശുദ്ധ ദിവസം വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടപ്പെടുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപദാനങ്ങൾ പ്രകീർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വളരെ ഗഹനമായ വളരെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഏതാനും ഭാഗങ്ങളിൽ തൊട്ട് തലോടി പോകാൻ മാത്രമേ നമുക്ക് സമയമുള്ളൂ. എന്താണ് ഒരു പ്രവാചകൻ? എന്തിനാണ് ഒരു പ്രവാചകന്റെ ആവശ്യം? ഒരു പ്രവാചക സന്ദേശം നാം സ്വീകരിക്കേണ്ട കാര്യമെന്താണ്? പുതിയ ലോകത്ത് വളരെ ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണ് ഇവയെല്ലാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയം കിട്ടുമ്പോൾ നമുക്ക് വിശദമായി ആ കാര്യങ്ങൾ സംസാരിക്കാം. മനുഷ്യൻ പ്രപഞ്ചത്തിലെ ഏറ്റവും മഹോന്നതനാണ്. ഈ ഔന്നിത്യത്തിൻ്റെ മാനദണ്ഡം മനുഷ്യനിൽ കുടികൊള്ളുന്ന വിശേഷ ബുദ്ധിയാണ്. ഈ വിശേഷ ബുദ്ധി കൊണ്ട് ധാരാളം പുതുമകൾ നാം ദൈനംദിനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പുതുമകളുടെ നിരന്തരമായ ഒരു പ്രവാഹം തന്നെ ലോകത്ത് ഇന്ന് നിലവിലുണ്ട്. അവയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നാം ഓർക്കേണ്ട ഒരു കാര്യം, ലോകത്തെ സകല സത്യങ്ങളും കണ്ടെത്താൻ മനുഷ്യന് സാധിക്കുമോ എന്നതാണ്. തീർച്ചയായും മനുഷ്യനതിന് സാധ്യമല്ല. മനുഷ്യനാര് എന്ന ചോദ്യത്തിന് പോലും മറുപടി നൽകാൻ നാം വളർന്നിട്ടില്ല, വളരുകയില്ല. എൻ്റെ സുഹൃത്ത് അബ്ദുൽ നാസർ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അബ്ദുൽ നാസർ എന്ന് പറയുന്നത് ഈ ഡെഡ് ബോഡിയാണോ? അല്ല. എന്തുകൊണ്ട് അല്ല? അബ്ദുൽ നാസർ ഒരു ആക്സിഡന്റിൽപ്പെട്ട് 2 കാലുകളും നഷ്ടപ്പെട്ടു എന്ന് സങ്കല്പിക്കുക, അള്ളാഹു കാക്കട്ടെ. എങ്കിൽ അബ്ദുൽ നാസറിന് നമ്മൾ എന്താണ് വിളിക്കുക? അദ്ദേഹത്തിൻ്റെ 2 കാലുകളും നഷ്ടപ്പെട്ടതുകൊണ്ട് അബ്ദുൽ നാസ് എന്ന് പറഞ്ഞു നിർത്തുവോ? ഇല്ല. അപ്പൊ അബ്ദുൽ നാസർ എന്ന് പറയുന്നത് ഈ ഡെഡ് ബോഡി അല്ല. പിന്നെ എന്താണ് അബ്ദുൽ നാസർ? അബ്ദുൽ നാസർ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള മറ്റൊരു സംഗതിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് വിവരമുള്ളത്? ടെക്നോളജിയിലൂടെ ധാരാളം മുന്നേറ്റങ്ങൾ നടത്തുന്ന ഈ പുതുലോകത്തും മനുഷ്യനാര് എന്ന ചോദ്യത്തിനു മറുപടി നൽകാൻ മനുഷ്യന് കഴിയാതെ വരുമ്പോൾ, മനുഷ്യബുദ്ധി കൊണ്ട് കോടാനുകോടി വർഷം നിരന്തരം പഠനം നടത്തിയാലും എത്തിച്ചേരാൻ കഴിയാത്ത ധാരാളം സത്യങ്ങൾ ലോകത്തുണ്ടെന്ന് നാം സമ്മതിക്കേണ്ടി വരുന്നു. ഈ സത്യങ്ങളെക്കുറിച്ച് മനുഷ്യനോട് ആരാണ് സംസാരിക്കുക? ഈ സത്യങ്ങളെ മനുഷ്യനെ ആരാണ് ബോധ്യപ്പെടുത്തുക? ഇവിടെയാണ് മനുഷ്യൻ മനുഷ്യേതരനായ ഒരു ശക്തിയെ സ്വീകരിക്കേണ്ടി വരുന്നത്. ആ മനുഷ്യേതരനായ ശക്തിയാണ് നാം സിട്ടാവെന്ന് വിളിക്കുന്നത്. വളരെ ഗഹനമാണ് ഈ വിഷയം. ഞാനിങ്ങനെ ഹിൻസുകൾ തന്നു പോവാണ്. ഈ സിട്ടാവാണ് മനുഷ്യനെ ഈ ഭൗമലോകത്ത് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചുകൂടാ എന്ന് പറയാൻ അവകാശമുള്ളത്. കാരണം മനുഷ്യന്റെ സിട്ടാവ് ആണവൻ. ഈ സിട്ടാവിന്റെ നിർദ്ദേശം അനുസരിച്ച് മനുഷ്യൻ മുന്നോട്ടു പോകുമ്പോൾ മാത്രമാണ് മനുഷ്യന് വിജയമുള്ളത്, വളർച്ചയുള്ളത്, പുരോഗതിയുള്ളത്, വികാസമുള്ളത്. ഏതൊക്കെ കാലങ്ങളിൽ എപ്പോഴൊക്കെ മനുഷ്യൻ സിട്ടാവിന്റെ നിയമങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോയോ അന്നൊക്കെ മനുഷ്യൻ പരാജിതനായിട്ടുണ്ട്. നൂറുകണക്കിന് ഉദാഹരണങ്ങൾ ഇതിനു പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് കിടക്കുന്നില്ല.
ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു സൃഷ്ടാവിൻ്റെ നിയമത്തെ അനുസരിക്കേണ്ടി വരുന്ന മനുഷ്യൻ ആ സൃഷ്ടാവിൻ്റെ നിയമത്തെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? സൃഷ്ടാവിനെ നമ്മൾ ആരും കാണുന്നില്ല, അള്ളാഹുവിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല, കാണാൻ നമുക്കൊട്ട് ഭൂമി ലോകത്ത് സാധിക്കുകയുമില്ല. പിന്നീട് അള്ളാഹുവിൻ്റെ സന്ദേശം മനുഷ്യരിലേക്ക് എങ്ങനെയാണ് ലഭിക്കുക? പരിമിതനായ നമ്മുടെയും സൃഷ്ടാവിൻ്റെയും ഇടയിൽ ഒരിടയാളനെ ആവശ്യമായി വരുന്നു. ആ ഇടയാളനാണ് നമ്മൾ മലക്കുകൾ എന്ന് പറയുന്നത്. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമം നമ്മിലേക്ക് അവതീർണമാകുന്നത്. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാമിനെ നമുക്ക് കാണാൻ സാധിക്കുമോ? ഈ സദസ്സിൽ നല്ല വിദ്യാഭ്യാസമുള്ള ധാരാളം ആളുകളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു മലക്കിനെ കണ്ട ആളുകളൊന്ന് കൈപൊക്ക്. നമ്മൾ മാത്രമുള്ളൊരു സദസ്സാണല്ലോ. ഏതെങ്കിലും മലക്കുകളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ മുന്നിൽ നിന്ന് നമ്മുടെ പ്രായമായ ഉപ്പ മരണപ്പെടുന്നു. ആ വാപ്പയുടെ മുഖത്തേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വാപ്പ അന്ത്യശ്വാസം വലിക്കുന്നത്. പക്ഷേ ആ വാപ്പയുടെ റൂഹ് കൊണ്ടുപോകുന്ന മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാമിനെ നമ്മളാരും കണ്ടില്ല. കണ്ടാ നമ്മൾ വെറുതെ വിടൂല്ല. കാരണം അസ്രായീലാണ്. കമ്പനിയാകാൻ ചാൻസ് കിട്ടിയാൽ നന്നായി ഉപയോഗപ്പെടുത്തേണ്ട ആൾ തന്നെയാണ് അസ്രായീൽ. പക്ഷേ നമുക്ക് നമ്മുടെ സാധാരണ കണ്ണുകൊണ്ട് ഒരു മലക്കിയായ രൂപം കാണാനൊക്കില്ല. അപ്പൊ ഒരു സാധാരണക്കാരായ നമ്മുടെയും സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയും ഇടയിൽ വീണ്ടും ഒരു ഇടയാളൻ ആവശ്യമായി വരുന്നു. ആ ഇടയാളനാണ് നമ്മൾ പ്രവാചകന്മാരെന്ന് പറയുക. സാധാരണ മനുഷ്യന് കാണാൻ കഴിയാത്തത് കാണാനും സാധാരണ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്തത് കേൾക്കാനും കഴിവുള്ള, അസാധാരണ കേൾവി ശക്തിയുള്ള, അസാധാരണ കാഴ്ചശക്തിയുള്ള അസാധാരണ മനുഷ്യർക്കാണ് പ്രവാചകന്മാരെന്ന് പറയുക. ഈ പ്രവാചക ശൃംഖല ആരംഭിക്കേണ്ടത് എവിടെ മുതലാണ്? ആദിമ മനുഷ്യൻ നിന്ന്. അതുകൊണ്ട് തന്നെ ആദിമ മനുഷ്യൻ ആദം അലൈഹിസ്സലാം ഒരു പ്രവാചകനായിരുന്നു. കാലങ്ങളായി മനുഷ്യവാസമുള്ളത് മുഴുവൻ മേഖലകളിലും ലോകത്ത് കടന്നു വന്ന സകല നാഗരികതകളിലും ഈ സന്ദേശം എത്തിക്കുന്നതിനുള്ള വ്യത്യസ്ത പ്രവാചകന്മാർ വ്യത്യസ്ത കാലങ്ങളിലൂടെ കടന്നു വന്നു. ആ പ്രവാചക ശൃംഖലയ്ക്ക് സമാപനം കുറിച്ച് കടന്നു വന്ന നേതാവാണ് നാം ഇന്ന് അവധാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കൂടുതൽ നാം പഠിക്കേണ്ടതുണ്ട്. നമുക്ക് പുന്നാര നബി തങ്ങളെ കുറിച്ച് അല്പം മാത്രം സംസാരിക്കാം. അവ്വലു ഖൽഖില്ലാഹി നൂരി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടിയാണ് ഞാൻ. ഇത് ഇവിടെ ഇരുന്ന് പലപ്പോഴും കേട്ടും പറഞ്ഞും പോവുകയാണ് നമ്മൾ. അള്ളാഹു മാത്രമുള്ള ഒരു ലോകം. ആ ലോകത്തിന്റെ വലിപ്പം എത്രയാണ്? ആ ലോകത്തിന് അള്ളാഹു മാത്രമുള്ള ഒരു ലോകം. അള്ളാഹുവല്ലാതെ മറ്റൊന്നും പ്രപഞ്ചത്തിൻ്റെതായി ഇല്ല. ലൗഹില്ല, കലമില്ല, സിദ്റത്തുൽ മുൻതഹ ഇല്ല, അർശില്ല, കുർശില്ല, ഈ ഏഴാകാശമില്ല, ഭൂമികളില്ല, കോടാനുകോടി നക്ഷത്രങ്ങളില്ല. ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥ. അള്ളാഹു മാത്രമുള്ള ഒരു കാലം. അതിന് കാലമെന്ന് വിളിക്കാൻ കഴിയുമോ? നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഭാഷ പറയുകയാണ്. ആദ്യമായി അള്ളാഹു ഒരു സൃഷ്ടിയെ തെരഞ്ഞെടുക്കുന്നു. ആ സൃഷ്ടിയുടെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു പോയിന്റ് മാത്രം മതി അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹത്വത്തെ കുറിച്ച് വർണ്ണിക്കാൻ. ആ പ്രവാചകനാകുന്ന അള്ളാഹുവിന്റെ പ്രഥമ സൃഷ്ടിയാകുന്ന പ്രകാശം, ആ പ്രകാശം കോടാനുകോടി വർഷങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു മേഖല ഈ ഭാഗമാണ്. പക്ഷേ നമുക്കതിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. അഷ്റഫുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് മനുഷ്യരൂപത്തിലേക്ക് വരണം. മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ ആ മനുഷ്യനിലേക്ക് വരുന്ന പ്രവാചകൻ ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെയും അനുഗ്രഹമാണ്. സകല മനുഷ്യരുടെയും പ്രവാചകനാണ്. സകല ജിന്നുകളുടെയും പ്രവാചകനാണ്. സകല വസ്തുക്കളുടെയും നേതാവാണ്.
അതുകൊണ്ട് ലോകം മുഴുവനും ശ്രദ്ധിക്കപ്പെടുന്ന ഒരിടത്തു മാത്രമേ അത്തരമൊരു പ്രവാചകൻ ഭൂജാതനാകാവൂ. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ശ്രദ്ധ വരാനിരിക്കുന്ന ഈ പ്രവാചകന്റെ ജന്മസ്ഥലത്തേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിനും 2000 വർഷം മുമ്പെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകർ ജനിക്കാനിരിക്കുന്ന ഇടത്തെ അടയാളപ്പെടുത്തുകയാണ്. വിശുദ്ധമായ കഅബ ശരീഫിനെ സ്ഥാപിച്ചുകൊണ്ട് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനും 2000 വർഷം മുമ്പ് പരിശുദ്ധ കഅബ മക്കയിൽ സുസ്ഥാപിതമാകുന്നു. ലോകത്തു മനുഷ്യർ എന്നൊക്കെ എവിടെയൊക്കെ ജീവിച്ചോ അവർ മുഴുവനും എല്ലാ കാലങ്ങളിലും മക്കയിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ടുണ്ട്. ആ കാലഘട്ടം മുതൽ മനുഷ്യന് മുമ്പേ കടന്നു വരുന്ന മലായികത്വം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് വിശുദ്ധ മക്കയിലേക്ക്. ആ മക്കയിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രവാചകന്മാർ മുൻഗാമികൾ ആരൊക്കെ കടന്നുപോയോ അവരൊക്കെയും ചെന്ന് നോക്കിയിട്ടുണ്ട്. ആ പരിശുദ്ധമായ മക്കയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം നൽകാൻ അള്ളാഹു തീരുമാനിച്ചതിന്റെ പരിണിതിയാണ് ആ കഅബയുടെ സ്ഥാപിതം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബിനെ ഭൗമലോകത്തേക്ക് അയക്കാൻ തീർച്ചയായും ഒരു പിതാവിലൂടെ കടന്നു വരേണ്ടതുണ്ട്. അതിനുവേണ്ടി ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നു, ഹവ്വാ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിക്കുന്നു. അവർക്കിടയിലുള്ള കുടുംബ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ സാന്നിധ്യം ഉണ്ടാവണമെന്ന നിർബന്ധം കൊണ്ട് മാത്രം അള്ളാഹു അവർക്കിടയിൽ നടക്കുന്ന ഒരു നിക്കാഹിനെ സ്വലാത്തുമായി ബന്ധിപ്പിക്കുകയാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ജനിക്കാനിരിക്കുന്ന സകല മനുഷ്യരുടെയും മൂല കാരണമായി അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തിനെ അള്ളാഹു സ്ഥാപിക്കുന്നു. ആദം അലൈഹിസ്സലാമിലൂടെ അല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയക്കുകയാണ്. സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാമിലൂടെ, ഇദ്രീസ് അലൈഹിസ്സലാമിലൂടെ, ഇബ്രാഹിം അലൈഹിസ്സലാമിലൂടെ, ഇസ്മായിൽ അലൈഹിസ്സലാമിലൂടെ ആ പരമ്പര കടന്നു വന്ന് അത് എത്തി നിൽക്കുന്നത് അവസാനം മക്കയിലാണ്. മക്കയിൽ ഒരു സുമുഖനായ ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹത്തെ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. എല്ലാവരും ആദരിക്കപ്പെടുന്നവരാണ്. എല്ലാവരും നേതൃത്വമായി സ്വീകരിക്കുന്നവരാണ്. തികഞ്ഞ ഒരു കച്ചവടക്കാരനാണ്. ആ കച്ചവടക്കാരനെ ആളുകൾ വിളിച്ചിരുന്ന പേര് ഹാഷിം എന്നാണ്. ഹാഷിമിന്റെ ചടുലമായ നേതൃത്വത്തിൽ മക്ക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടക്ക് ഹാഷിം ഒരു കച്ചവടത്തിന് വേണ്ടി പുറപ്പെടുന്നു. കച്ചവടം ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് സാധാരണ കച്ചവടക്കാർ ചെയ്യാറുള്ളത് പോലെ അവർക്കിടയിലുള്ള ഒരു മരുപ്പച്ചയായ യസ്രിബയിൽ തങ്ങും. ആ യസ്രിബയിൽ ഒരു തവണ ഹാഷിമും കുടുംബവും തങ്ങിക്കൊണ്ടിരിക്കെ പെട്ടെന്നൊരു കച്ചവടം ശ്രദ്ധയിൽപ്പെടുന്നു. പൊടി പൊടിക്കുന്ന ഒരു കച്ചവടം. നല്ല ബിസിനസ്മാനായിരുന്ന ഹാഷിമിനെ അറിയാതെ അങ്ങോട്ട് ശ്രദ്ധ പോയി. ആരായിരിക്കും ഈ കച്ചവടക്കാർ? കടന്നു വരുന്ന മുഴുവൻ കസ്റ്റമേഴ്സിനെയും ഭംഗിയായി കൈകാര്യം ചെയ്ത് വിടുന്ന ഈ കച്ചവടക്കാരനായിരിക്കും. ആരായിരിക്കും? ആളുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോ നല്ല സുമുഖിയായ ഒരു പെൺകുട്ടി, നല്ല ചടുലമായ നീക്കങ്ങൾ, വരുന്ന ആരെയും കൈപിടിച്ച് കൈ നിറച്ചു കൊടുക്കാൻ കഴിയുന്ന വാചാലത, നല്ലൊരു ബിസിനസ്സുകാരി. ആ പെൺകുട്ടിയെ കുറിച്ച് ഹാഷിം അന്വേഷിച്ചു. ആ പെൺകുട്ടിയുടെ പേര് സെൽമ എന്നാണ്. സെൽമയെ തന്റെ പ്രണേശ്വരിയായി കിട്ടിയാൽ എന്റെ ബിസിനസ്സിൽ ഒരു നല്ല കൂട്ടാളിയാകും. ഹാഷിമിന്റെ മനസ്സ് മന്ത്രിച്ചു. ഹാഷിം ഒരു വിവാഹാന്വേഷണം നടക്കുകയാണ്. അന്ന് യസ്രിബെന്നും ഇന്ന് മദീനത്തു ഷരീഫ് എന്നും പേരുള്ള ആ പ്രദേശത്തെ പ്രമുഖമായ കുടുംബമാണ് ബനു നജ്ജാർ. ആ ബനു നജ്ജാറിലെ ഒരു നല്ല സുമുഖിയായ പെൺകുട്ടിയാണ് സെൽമ. അവളെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ? ബനു നജ്ജാറിന് അത് വലിയൊരു കോളായിരുന്നു. കാരണം മക്കയുടെ അധിപനാണ് ഹാഷിം. മക്കയിൽ നമ്മൾ എപ്പോഴും പോവേണ്ടി വരികയാണ്. പരിശുദ്ധ കഅബ തേടി ചെല്ലുമ്പോ അവിടെ ഒരു മരുമകനുണ്ടായാൽ, അവിടെ ഒരു മകളുണ്ടായാൽ അതൊരു വലിയ ഇമേജ് തന്നെയാണ്. മക്കയിലെ നേതാവിനെ എന്റെ മരുമകനായി കിട്ടിയാൽ വലിയ സന്തോഷമാണ്. പെട്ടെന്ന് ആ വിവാഹം നടക്കുന്നു. ആ വിവാഹം കഴിഞ്ഞ ഹാഷിം തന്റെ പ്രിയതമയുമായി മക്കയിലേക്ക് ചെല്ലുകയാണ്. മക്കക്കാർക്ക് അതൊരു വലിയ സന്തോഷ വാർത്തയായി. കാരണം എപ്പോഴും ഞങ്ങൾ യാത്ര ചെയ്യുന്ന യാത്രക്കിടയിൽ ക്ഷീണമകറ്റാൻ വെയിറ്റ് ചെയ്യുന്ന പ്രദേശത്ത് ആ യസ്രിബയിൽ നിന്ന് ഒരു മരുമകളെ കിട്ടിയാൽ നമുക്കൊരു വലിയ കുടുംബ ബന്ധമാണത്. അതൊരു വലിയ സഹായവുമാണ്. അവരെല്ലാവരും പൊന്നുപോലെ ആ പെൺകുട്ടിയെ വളർത്തി. ആവേശത്തിന്റെയും സന്തോഷത്തിന്റെയും ദിവസങ്ങൾക്കിടയിൽ സെൽമ ഗർഭിണിയാവുകയാണ്. സെൽമ ഗർഭിണിയായപ്പോ
സ്വാഭാവികമായും പ്രസവത്തോടടുക്കുന്ന സമയത്ത് സൽമക്ക് തന്റെ ഉമ്മയുടെ അടുത്തേക്ക് പോകണം. ബനു നജ്ജാറുകാർ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ട്. സൽമക്ക് പിരിഞ്ഞു പോകാൻ മനസ്സ് വരുന്നില്ല. ഹാഷിമിന് സൽമയുടെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. വേദനയുടെ കൊടുമ്പിരിയിൽ അവർ രണ്ടുപേരും യാത്ര ചോദിച്ചു. ഇന്നത്തെ പോലെ അതിത്ര സങ്കടപ്പെടാനുണ്ടോ എന്ന് നമ്മുടെ സ്ത്രീകൾ അപ്പുറത്തുനിന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പോയ ഉടനെ എവിടെ എത്തി, ചായ കുടിച്ചോ, ഫ്ലൈറ്റ് കിട്ടിയോ എന്നൊക്കെ വിളിച്ചു ചോദിക്കാൻ മൊബൈൽ ഫോണൊന്നും വന്നില്ല. ഇൻഫർമേഷൻ ടെക്നോളജി ഒട്ടും വികസിച്ചിട്ടില്ല. ഒരു കത്തെഴുതി വിവരം അറിയിക്കാൻ പോലും മാർഗമില്ല. ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും കച്ചവട സംഘം കടന്നു വരുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾക്കപ്പുറം തന്റെ പയനമയെക്കുറിച്ചൊരു വിവരവും ലഭിക്കാത്ത ലോകത്തേക്ക് ഏകദേശം 470 കിലോമീറ്റർ ദൂരെയുള്ള മദീനയിലേക്കാണ് സൽമ അകലുന്നത്. ഹാഷിമിന്റെ ദിവസങ്ങൾ കടന്നു പോകാൻ പ്രയാസമായി. എങ്ങനെയും സൽമയുടെ അടുത്തേക്ക് എത്തണം. അതാണ് ഹാഷിമിന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹാഷിം അതിനൊരു പ്രോഗ്രാം ഒപ്പിച്ചു. നല്ലൊരു കച്ചവട സംഘത്തെ സംഘടിപ്പിച്ചു. ബസറയിലേക്ക് ഒരു കച്ചവട ടീം പുറപ്പെടുകയാണ്. ഹാഷിമാണ് നേതൃത്വം നൽകുന്നത്. ഗംഭീരമായ കച്ചവടം നടന്നു. നല്ല ലാഭം കിട്ടി. ഹാഷിം തന്റെ പേണേശ്വരിക്ക് സമ്മാനിക്കാനുള്ള വളരെ സമ്മാനങ്ങളൊക്കെ സംഘടിപ്പിച്ച് സൽമയെ മനസ്സിൽ കണ്ടുകൊണ്ട് അന്ന് കിടന്നുറങ്ങി. രാവിലെ എണീറ്റു നോക്കുകയാണ് പുറപ്പെടാൻ. പക്ഷേ ഹാഷിമിന് കഴിയുന്നില്ല. ഹാഷിം രോഗിയായി മാറുകയാണ്. സൽമയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് കിടന്നുറങ്ങിയ ഹാഷിം രാവിലെ എണീറ്റപ്പോൾ രോഗിയായി മാറുന്നു. ആളുകൾ സമാധാനിപ്പിച്ചു, അല്പമൊന്ന് വിശ്രമിക്കൂ, എന്നിട്ട് നമുക്ക് യാത്ര പുറപ്പെടാം. പക്ഷേ അതിന് വിധിയുണ്ടായിരുന്നില്ല. ഹാഷിം വഴിയോരത്ത് വെച്ചു മരണപ്പെടുകയാണ്. സൽമ ആ ദുഃഖവാർത്തയാണ് കേൾക്കുന്നത്. ബനു നജ്ജാറിനെ അത് വല്ലാതെ തളർത്തിയിരുന്നു. സൽമയുടെ ആ വിരഹവേദനകൾക്കിടയിൽ സൽമ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ്. ആ കുഞ്ഞിന്റെ പേരാണ് ഷൈബത്തുൽ ഹംദ്. ഷൈബത്തുൽ ഹംദ് നല്ല സുമുഖനാണ്. ആളുകൾക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയാണ്. ഗംഭീരമായി വളരുകയാണ്. മദീനക്കാരുടെ കണ്ണിലുണ്ണിയാണ്. ആ ഷൈബത്തുൽ ഹംദ് പിച്ച വെച്ച് നടന്ന് മുന്നോട്ട് പോകുമ്പോ എല്ലാവരും ആവേശത്തോടെ പറഞ്ഞു, മക്കയിലെ ഭരണാധികാരിയുടെ മകനാണിത്, മക്കയിലെ നായകന്റെ പുന്നാര മോനാണിത്. ആളുകൾ ഇങ്ങനെ സന്തോഷത്തോടെ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മക്കയിൽ ഹാഷിമിന്റെ മരണശേഷം ഹാഷിമിന്റെ സഹോദരൻ മുത്തലിബാണ് ഭരണമേറ്റെടുക്കുന്നത്, നായകത്വം വഹിക്കുന്നത്. ആ നായകനായി വരുന്ന അബ്ദുൽ മുത്തലിബിനെ മക്കക്കാർക്ക് വലിയ ഇഷ്ടമാണ്. നല്ല കെൽപ്പുള്ള മനുഷ്യൻ. സ്വയം സമ്പന്നനാവണമെന്നതിലേറെ എൻ്റെ രാജ്യം സമ്പന്നമാവണം, എൻ്റെ സമൂഹം സമ്പന്നമാവണം എന്ന വിശാലമായ കാഴ്ചപ്പാടാണ് മുത്തലിബിനുണ്ടായിരുന്നത്. എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും പദ്ധതികളുമാണ് ആവിഷ്കരിച്ചിരുന്നത്. എല്ലാ കച്ചവട സംഘങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോഴും മുത്തലിബിന്റെ മനസ്സിലൊരു സങ്കടമുണ്ട്. ഈ രാജ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടത് യഥാർത്ഥത്തിൽ എൻ്റെ മക്കളല്ല, ഹാഷിമിന്റെ മക്കളാണ്. ഹാഷിമിനൊരു പിഞ്ചു പൈതലുണ്ട്. എത്രയും പെട്ടെന്ന് ആ പിഞ്ചു പൈതലിന് ഉയർന്നു വരുന്നതോടെ അധികാരം കൈമാറണം, അവരെ ഉയർത്തിക്കൊണ്ടുവരണം. പക്ഷേ മക്കയും മദീനയും തമ്മിൽ ധാരാളം വ്യത്യാസമുണ്ട്. 470 കിലോമീറ്റർ ദൂരമുണ്ട് എന്ന് മാത്രമല്ല, കൾച്ചറൽ വ്യത്യാസമുണ്ട്, കാലാവസ്ഥ വ്യത്യാസമുണ്ട്, ഭൂമിശാസ്ത്രമായ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കെ ഒരു സുപ്രഭാതത്തിൽ കടന്നു വരുന്ന ഹാഷിമിന്റെ മകൻ ഷൈബത്തുൽ ഹംദിന് രാജ്യത്തെ ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ പൾസ് അറിഞ്ഞുകൊണ്ട് വേണം ഹാഷിമിന്റെ മകൻ വളരാൻ. മദീനയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഹാഷിമിന്റെ മകനാകുന്ന ഷൈബത്തുൽ ഹംദിനെ നമുക്ക് മക്കയിലേക്ക് കൊണ്ടുവരണം. മുത്തലിബ് അതിനുവേണ്ടി പുറപ്പെട്ടു. മുത്തലിബ് ചെന്നപ്പോ ഗംഭീരമായ സ്വീകരണം കിട്ടി. ബനൂ നജ്ജാർ കോത്തത്തിൽ ചെന്ന് മുത്തലിബ് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. സൽമ അത് കേട്ട് സ്വാഭാവികമായി ഞെട്ടി. എന്റെ ഭർത്താവോ എനിക്ക് നഷ്ടപ്പെട്ടു, ഇനി ആകെയുള്ളത് ഈ പുന്നാര പൈതലാണ്. ഈ പൈതലിനെയും ചോദിക്കുകയോ കൈയൊഴിക്കേണ്ടി വരികയോ? പക്ഷേ മുത്തലിബ് പറഞ്ഞു, സൽമ, നിന്റെ വിരഹവേദന ഞാൻ മനസ്സിലാക്കുന്നു, നിന്റെ സങ്കടം ഞാൻ തിരിച്ചറിയുന്നു. പക്ഷേ നീ ഓർക്കണം, നിന്റെ ഈ മകൻ ഈ മദീനയിലെ കേവലം കർഷകനായി ജീവിക്കേണ്ടവനല്ല, മറിച്ചൊരു രാജ്യത്തിന്റെ നേതാവായി വരേണ്ടവനാണ്. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. അവന്റെ ഭാവിക്ക് വേണ്ടി നീ അത് സമ്മതിക്കണം. സൽമ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. ആ യാത്രാ സംഘം പുറപ്പെട്ടു. നേരെ മക്കയിലെത്തുകയാണ്.
മക്കയുടെ അതിർത്തി കടന്നതോടെ മുത്തലിബിന്റെ കൂടെ നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, ആ കാലഘട്ടത്തിലെ സ്വാഭാവികത അനുസരിച്ചുകൊണ്ട് എല്ലാവരും വിലയിരുത്തി ആ കുലീനയായ സുമുഖനായ ആ കുട്ടി അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിയതായിരിക്കും. ആളുകൾ അറിയാതെ പറഞ്ഞുപോയി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ്, നല്ല ചുറുചുറുക്കുള്ള നല്ല ഗൗര്യമുള്ള കുട്ടി. എല്ലാവരും പറയുമ്പോ അല്ലെന്ന് ആർത്തു പറയുന്നുണ്ട് മുത്തലിബ്. ഇതെന്റെ ജേട്ടന്റെ മകനാണെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്, ഹാഷിമിന്റെ മകനാണെന്ന് അറിയിക്കുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പേ എല്ലാം ഫ്ലാഷായി കഴിഞ്ഞിരുന്നു, ജനങ്ങൾക്കിടയിൽ ചർച്ചയായി കഴിഞ്ഞിരുന്നു. തിരുത്താനാവാത്ത വിധം അബ്ദുൽ മുത്തലിബ് എന്ന പേര് ഷൈബത്തുൽ ഹംദിന് വീണ് കഴിഞ്ഞിരുന്നു. അബ്ദുൽ മുത്തലിബ് മക്കയിൽ വളരുകയാണ്. നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ, നല്ല സ്വഭാവമുള്ള ചെറുപ്പക്കാരൻ, മക്കക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ആ ചെറുപ്പക്കാരൻ ഉയർന്നു വന്നതോടെ മുത്തലിബ് തന്റെ എല്ലാ അധികാരങ്ങളും അബ്ദുൽ മുത്തലിബിന് കൊടുത്തു. അബ്ദുൽ മുത്തലിബാണ് ഇപ്പൊ മക്ക നയിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന വ്യക്തിത്വമായി അബ്ദുൽ മുത്തലിബ് വളർന്നുകൊണ്ടിരിക്കുന്നതിനിടക്ക് അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? പരിശുദ്ധമായ മക്കയെ ജനസാഗരമാക്കി മാറ്റുന്ന ഘടകം പരിശുദ്ധ സംസമാണ്. എന്തുദ്ദേശിച്ച് സംസം കുടിക്കുന്നുവോ ആ ഉദ്ദേശം സംസമിലൂടെ നേടുമെന്ന് അഷ്റഫുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ആ സംസത്തിന്റെ പ്രത്യേകതയാണ്, സംസത്തിന്റെ സാന്നിധ്യമാണ് മക്കയിൽ ജനവാസമുണ്ടാക്കുന്നത്, മക്കയെ ഒരു നാഗരികതയാക്കി മാറ്റുന്നത്, മക്കയെ ഒരു ടൗണായി രൂപപ്പെടുത്തുന്നത്. ആ പരിശുദ്ധമായ സംസം ഇടക്കാലത്ത് ഒരു വെള്ളപ്പൊക്കത്തിൽ മറഞ്ഞുപോയി. ഇപ്പോഴെവിടെയാണ് സംസമുള്ളതെന്നും മക്കക്കാർക്കറിയില്ല. ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും ഹജ്ജിന് വരുന്നവർ ചോദിക്കുമ്പോൾ ഒരു മറുപടിയില്ല. ദിവസങ്ങൾ തള്ളി നീങ്ങിക്കൊണ്ടിരിക്കെ അബ്ദുൽ മുത്തലിബ് ഒരു സ്വപ്നം കാണുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ വെള്ളം നിങ്ങൾ തിരിച്ചു പിടിക്കണം. ഇന്ന സ്ഥലത്ത് അദ്ദേഹം ബഹുമാനപ്പെട്ട ഒരു കുഴിക്കാൻ തുടങ്ങി. ആരോടും ഒന്നും മിണ്ടാതെ സ്വന്തമായി കുഴിച്ചു നോക്കി, പക്ഷേ അവിടെ സംസമില്ല. വീണ്ടും സ്വപ്നം കണ്ടു, മറ്റൊരു സ്ഥലത്ത് കുഴിച്ചു, അവിടെയും സംസമില്ല. മൂന്നാമത്തൊരിടം ബലിക്കല്ലിന്റെ താഴെയായിരുന്നു. ബലിക്കല്ലിന്റെ താഴോരത്ത് അബ്ദുൽ മുത്തലിബും തന്റെ പ്രിയപ്പെട്ട മകൻ ഹാരിസും അതാ കിണറ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്കിടയിൽ വ്യത്യസ്ത രൂപത്തിലുള്ള അപശബ്ദങ്ങൾ ഉണ്ടായി. ഒരു വിഭാഗം ആളുകൾ വന്ന് അബ്ദുൽ മുത്തലിബിനെ പരിഹസിക്കാൻ തുടങ്ങി. ആരൊക്കെ എന്തൊക്കെ സ്വപ്നം കാണും, ഈ സ്വപ്നത്തിന്റെ പിന്നാലെ പോവുകയാണോ നിങ്ങളെന്ന ഒരു ചോദ്യം ഒരു ഭാഗത്ത്. മറുഭാഗത്തോ അബ്ദുൽ മുത്തലിബിനെ വിളിച്ച് ബലിക്കല്ലിന്റെ താഴ്ഭാഗത്ത് നിങ്ങൾ കിണർ കുഴിക്കുന്നത് പല കോപങ്ങൾക്കും കാരണമാകുമെന്ന ഭീതിപ്പെടുത്തൽ. ഇത് രണ്ടിനുമിടയിൽ അബ്ദുൽ മുത്തലിബ് വല്ലാതെ വിഷമിച്ചുപോയി. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അള്ളാഹു എങ്ങാനും എനിക്ക് 10 മക്കളെ തന്നാൽ അതിൽ ഒരു മകനെ ഞാൻ ബലി നൽകുമായിരുന്നു. ചരിത്രം പറയുന്നത് അവിടെ വെച്ച് അബ്ദുൽ മുത്തലിബ് സംസം കുഴിച്ചെടുത്തു. അതോടെ ആളുകൾക്ക് അബ്ദുൽ മുത്തലിബ് ബഹുമാന്യനായി, സ്വീകാര്യനായി, വലിയ സ്ഥാനമാനങ്ങൾ നൽകി, എല്ലാവരും സ്വീകരിക്കപ്പെടുന്ന വ്യക്തിത്വമായി മാറി. കാലങ്ങൾ കടന്നുപോയി. അബ്ദുൽ മുത്തലിബിന് അല്ലാഹു 10 മക്കളെ നൽകി. ആ 10 മക്കൾ എത്തിച്ചേർന്ന സമയത്ത് വീണ്ടും അബ്ദുൽ മുത്തലിബിന് വിവരങ്ങൾ ലഭിക്കുകയാണ്. നിങ്ങൾ വാക്കുപാലിക്കേണ്ടതുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് ലഭിച്ച സന്ദേശം അബ്ദുൽ മുത്തലിബിനും വന്നപ്പോ അബ്ദുൽ മുത്തലിബ് കുടുംബങ്ങളെ വിളിച്ചു വരുത്തി. അവരോട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ആ വാക്ക് തീർച്ചയായും പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എനിക്ക് 10 മക്കളുണ്ടായാൽ ഒരു മകനെ ബലി നൽകുമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനിതാ നറുക്കിടുന്നു. ആർക്കാണോ നറുക്ക് വീഴുന്നത് അവനെ ബലി നൽകും. മക്ക കിടുങ്ങിപ്പോയി അത് കേട്ടപ്പോ. എന്താണ് ഈ പറയുന്നത്? അബ്ദുൽ മുത്തലിബിന്റെ ചുറുചുറുക്കുള്ള മക്കളിൽ ഒരാള് ബലി നൽകപ്പെടുമെന്ന് ഉറപ്പാണ്. ആളുകൾ വല്ലാതെ സങ്കടപ്പെട്ടു. ഉള്ളിന്റെ ഉള്ളിൽ അവരൊക്കെ ആഗ്രഹിച്ചു അത് അബ്ദുള്ളയാകാതിരിക്കട്ടെ. എന്തേ കാരണം? ഏറ്റവും നല്ല സുമുഖൻ, ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും നല്ല ആരോഗ്യം, അങ്ങനെ ഏറ്റവും നല്ല എന്ന് പറഞ്ഞ് എന്തൊക്കെ പറയാനൊക്കോ അതിലാദ്യമായി മക്കക്കാർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള മനുഷ്യനായിരുന്നു അബ്ദുല്ലാഹി. അദ്ദേഹം വരരുതേ എന്നെല്ലാവരും ആഗ്രഹിച്ചെങ്കിലും പക്ഷേ നറുക്ക് വീണത് അബ്ദുള്ളക്കാണ്. അബ്ദുള്ളക്ക് നറുക്ക് വീണതോടുകൂടി മക്ക വിതുമ്പാൻ തുടങ്ങി. സ്ത്രീകൾ അലമുറയിട്ട് കരയാൻ തുടങ്ങി. അബ്ദുൽ മുത്തലിബ് മാത്രം ഉറച്ചു നിന്നു. ഞാൻ എൻ്റെ വാക്ക് പാലിക്കും. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കുന്ന കുഞ്ഞാണെങ്കിലും
എനിക്ക് വാക്കുപാലിക്കേണ്ടതുണ്ട്. ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോ കൂട്ടക്കരച്ചിലുകളായി, മക്കയിൽ മുഴുവനും ചർച്ചയായി. അവസാനം പ്രമുഖരായ ചില ആളുകൾ വന്ന് അഭിപ്രായം പറഞ്ഞു, നമുക്ക് പണ്ഡിതന്മാരോട് ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കാം. നമ്മൾ സ്വന്തമായി ഒരു തീരുമാനം എടുക്കേണ്ടതില്ലല്ലോ. ആ പണ്ഡിതരെന്തു പറയുന്നു അത് സ്വീകരിക്കാം. അങ്ങനെ അങ്ങ് മദീനയിലേക്ക് വരികയാണ്. അവിടെയാണ് ധാരാളം പുരോഹിതന്മാരുള്ളത്. അവിടെ വന്ന് അന്വേഷിക്കുന്നു. ഞാൻ ചരിത്രം വിശദീകരിക്കുന്നില്ല. അവസാനം അവർക്കൊരു തീരുമാനം കിട്ടി. 10 തവണ നറുക്കിടണം. ഒരു നറുക്ക് അബ്ദുള്ളക്കും മറ്റൊരു നറുക്ക് ഒട്ടകങ്ങൾക്കും. ആ ഒട്ടകങ്ങൾക്കാണ് നറുക്ക് വീഴുന്നതെങ്കിൽ അബ്ദുള്ള രക്ഷപ്പെടും. അതല്ല അബ്ദുള്ളയുടെ നറുക്കാണ് വീഴുന്നതെങ്കിലോ 10 ഒട്ടകം അവിടെ നീക്കി വെക്കണം. വീണ്ടും നറുക്കിടണം. ഓരോ നറുക്കിലും 10 ഒട്ടകം വീതം നീക്കി വെച്ച് 10 നറുക്കിലും അബ്ദുള്ളയുടെ പേര് തന്നെ വീണാൽ പിന്നെ മാർഗമില്ല. അബ്ദുള്ളയെ അറക്കന്നെ മാർഗമുള്ളൂ. ആളുകൾക്കൊരു സമാധാനായി. 10 ചാൻസ് ഉണ്ടല്ലോ, ഏതെങ്കിലും ഒന്ന് രക്ഷപ്പെടാതിരിക്കോ? ആളുകൾ ആ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു. ഹൃദയം അടക്കി പിടിച്ചു നോക്കിക്കൊണ്ടിരിക്കെ ഒന്നാമത്തെ നറുക്കെടുത്തു. 10 ഒട്ടകം. അതാ വീഴുന്നത് അബ്ദുള്ളയുടെ നറുക്കാണ്. രണ്ടാമത്തെ നറുക്കെടുത്തു, അതിൽ അബ്ദുള്ളയാണ്. 20 ഒട്ടകം മാറ്റിവെച്ചു. 3ഉം 4ഉം 5ഉം 6ഉം 7ഉമായി. അപ്പോഴൊക്കെ അബ്ദുള്ള തന്നെ. മക്കയിലെ ജനങ്ങൾ വല്ലാത്ത ബേജാറിലായി. എന്നാലും ഒരു 2 ചാൻസ്. 8ാമത്തെ നറുക്കെടുത്തു, അതും അബ്ദുള്ള. റബ്ബേ, ഇനി 9ഉം 10ഉം മാത്രം. നെഞ്ച് പടയുകയാണ്. 9ാമത്തെ നറുക്കെടുക്കുമ്പോഴോ അതും അബ്ദുള്ള തന്നെ. എല്ലാവർക്കും വല്ലാത്ത സങ്കടമായി. എന്തൊരു പരീക്ഷണമാണ് റബ്ബേ ഇത്! രക്ഷപ്പെടുമെന്ന് കരുതിയ മകൻ വീണ്ടും കയ്യിൽ നിന്ന് വഴുതി പോവുകയാണല്ലോ. മക്കക്കാർ കരയാൻ തുടങ്ങി. അവസാനം വേച്ച് 10ാമത്തെ നറുക്കെടുക്കുമ്പോ അത് അബ്ദുല്ലാഹിക്ക് പകരം ഒട്ടകമാണ് വീണത്. അതോടുകൂടി അർപ്പ് വിളിയായി, സന്തോഷമായി, ആഘോഷമായി. അങ്ങനെ 100 ഒട്ടകം ബലി നൽകി ജീവൻ നൽകിയ മക്കയിലെ സുമുഖനായ ചെറുപ്പക്കാരന്റെ പേരാണ് അബ്ദുള്ള. അബ്ദുള്ള കടന്നു വരുമ്പോൾ ആളുകൾ അതോർക്കും, 100 ഒട്ടകം ബലി നൽകി പകരം ജീവിക്കുന്ന മനുഷ്യൻ. എന്തൊരു ബഹുമാനം, എന്തൊരു ആദരവ്, എന്തൊരു സ്നേഹം, നല്ല സ്വഭാവം, നല്ല സുമുഖൻ. ആ ചെറുപ്പക്കാരൻ ഒരു തവണ മക്കയിലൂടെ നടന്നു പോവുകയാണ്. വഴിയോരത്തൊരു ജ്യോത്സ്യയുണ്ട്. ആ ജ്യോത്സ്യ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, അബ്ദുള്ള, നമുക്ക് വിവാഹം ചെയ്ത് ജീവിക്കാം. നിന്റെ ഭാര്യയായി ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അബ്ദുള്ളക്കും തോന്നി കുഴപ്പമില്ല. കാരണം എന്താ, അന്നത്തെ ജ്യോത്സ്യകൾ എന്ന് പറയുമ്പോൾ വലിയ പവറുള്ളവരാണ്. കാരണം അവരുടെ സഹകാരികളായ പിശാചുക്കൾ ആകാശത്തിലൂടെ പറന്നു പോകും, മലായിക്കത്തിന്റെ ശബ്ദം കേൾക്കും. എന്നിട്ട് ഇവിടെ വന്ന് അവരോട് പറയും. അപ്പ ജ്യോത്സ്യ പ്രവചിക്കും, 2024 ഒക്ടോബർ 4-ാം തീയതി ഈ ദുബൈ പട്ടണത്തിൽ വലിയൊരു ഭൂമികുലുക്കം വരാൻ പോകുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കും. കാരണം എന്താണ്? മലക്കുകളുടെ സംസാരമാണ്. അപ്പൊ സ്വാഭാവികമായും അത് നടക്കും. അതോടുകൂടി ആളുകൾ ഈ ജ്യോത്സ്യകളെ ദൈവമായി സങ്കല്പിക്കും. ഇഷ്ടം പോലെ കാണിക്കകൾ വരും. സുഖിച്ചമായി ജീവിക്കാനുള്ള നല്ലൊരു ചാൻസാ. അബ്ദുള്ള വീട്ടിലേക്ക് മെല്ലെ ചെന്നു നോക്കുമ്പോ അവിടെ വാപ്പ ഗംഭീരമായി ഉമ്മയുമായി സംസാരിക്കുക. എന്താ സംസാരിക്കുന്നത്? വഹബിന്റെ മകൾ ആമിനയില്ലേ, നല്ല സുമുഖിയാണ്, നല്ല സ്വഭാവമാണ്, നല്ല തറവാടാണ്. അബ്ദുള്ളക്ക് എന്തുകൊണ്ട് യോജിച്ച ബന്ധമാണ്. അബ്ദുള്ള മനസ്സിലാക്കി, ഇനി ഇതിൽ ഇടപെടാൻ നിൽക്കേണ്ടതില്ല. അങ്ങനെ തീരുമാനമായി ആ വിവാഹം നടന്നു. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹും ആമിന റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹം. ഏതാനും ദിവസങ്ങളെ അവർ ഒരുമിച്ച് ജീവിച്ചുള്ളൂ. 7 ദിവസമോ കൂടിയാൽ 2 മാസമോ മാത്രം ഒരുമിച്ച് ജീവിച്ചു. ഹണിമൂൺ തീർന്നില്ല. ഭാര്യ ഭർത്താക്കൾക്കിടയിൽ മനസ്സറിഞ്ഞൊന്നും കണ്ടില്ല. അതിനിടയ്ക്ക് അബ്ദുള്ളക്കൊരു യാത്ര പോകേണ്ടി വന്നു. അന്നത്തിലെ മക്കാ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് നഷ്ടപ്പെടുന്നത് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമാണ്. ഒരാൾക്ക് മാത്രം അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അബ്ദുള്ള യാത്ര ചോദിക്കുകയാണ്. സങ്കടക്കടലോടുകൂടി ആമിന ബീബി യാത്രയാക്കുമ്പോ കണ്ണു മറയുന്നത് വരെ നോക്കി നിന്നു തന്റെ പ്രണേശ്വരനെ. അബ്ദുള്ള മറഞ്ഞു പോയപ്പോ ആമിന റളിയല്ലാഹു അൻഹ അകത്ത് കേടി നിർവീർപ്പിടുകയാണ്.
അബ്ദുല്ലാഹി തങ്ങൾ സങ്കടത്തോടെ തന്നെയാണ് പോകുന്നത്. എത്രയും പെട്ടെന്ന് തിരിച്ചു വന്നെങ്കിലെന്ന് കൊതിച്ചാണ് പോകുന്നത്. പക്ഷേ ആ കച്ചവട സംഘം തിരിച്ചു, അതാ കച്ചവടം ഗംഭീരമായി നടന്നു. തിരിച്ചു വരുമ്പോ വീണ്ടും യസ്രിബയിലെത്തി, മദീനത്ത് ഷരീഫിലെത്തി. ആ മദീനയിൽ തന്റെ അമ്മാവന്മാരുണ്ടല്ലോ, അവരുടെ ചാരത്ത് 1-2 ദിവസങ്ങൾ താമസിച്ചു. ഒരഭിപ്രായം അനുസരിച്ച് 1 മാസക്കാലം താമസിച്ചു. ആ താമസത്തിനിടയ്ക്ക് രോഗിയായി മാറി, ലോകം കലശലായി, വലിയ രോഗത്തിൽ പടഞ്ഞ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വഫാത്താവുകയാണ്. പരിശുദ്ധ മദീനത്തു ഷരീഫിൽ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു കിടക്കുന്നു. അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. ഭൗമ ലോകത്ത് അബ്ദുല്ലയ്ക്ക് അല്ലാഹു ഒരു ലക്ഷ്യമേ കണ്ടുള്ളൂ, അത് പുന്നാര നബി തങ്ങളെ കൈമാറുകയാണ്. ആ കൈമാറ്റം നടന്നത് ലോകം മുഴുവനും അറിഞ്ഞിട്ടുണ്ട്. അർശ് ഗിടുകിടുത്തിട്ടുണ്ട്, ലൗഹ് പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്, ആകാശ ലോകം മുഴുവനും അല്ലാഹു അലങ്കൃതമായിട്ടുണ്ട്. അല്ലാഹുവിന്റെ അർശും കുർശും ലൗഹും 70,000 പ്രകാശം കൊണ്ട് ആ ദിവസം അലങ്കരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രപഞ്ച ലോകം മുഴുവനും മലായിക്കത്ത് അലൈഹിസ്സലാമിന്റെ തക്ബീർ വിളിയാൽ പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്. ഏതാണ് ആ ദിവസമെന്നറിയോ? പുന്നാര നബി തങ്ങൾ ജനിച്ച ദിവസമല്ല, ഹബീബായ തങ്ങളെ ഗർഭം ധരിച്ച ദിവസം. ഒരു റജബ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ്, റജബ് മാസത്തിലെ ഒരു വെള്ളിയാഴ്ച രാവ് ബഹുമാനപ്പെട്ട ആമിന റളിയല്ലാഹു അൻഹ ഗർഭം ധരിക്കുന്ന വിവരം ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ആവേശപൂർവ്വം ആഘോഷിച്ചിട്ടുണ്ട്. പുന്നാര ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ ജീവിക്കുന്ന വിവരം പക്ഷേ ആമിന ബീവി മാത്രം അറിഞ്ഞില്ല. സങ്കടമാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് എന്ത് സംഭവിച്ചുവെന്ന വിവരമറിയാതെ വിവരങ്ങൾക്ക് വേണ്ടി കാതോർക്കുന്ന ആമിന ബീവിയുടെ മുന്നിലേക്ക് തന്റെ പയണേശ്വരൻ മരണപ്പെട്ടിരിക്കുന്നു എന്ന ദുഃഖവാർത്ത വന്നപ്പോ താങ്ങാൻ കഴിയാതെ ആ പെൺകുട്ടി വിമ്മിട്ടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടക്ക് പെട്ടെന്നൊരു രൂപം. ആമിന ബീവി നോക്കുമ്പോ ഒരു മനുഷ്യനല്ല, പക്ഷേ ഭയം തോന്നുന്നില്ല, പരിചയമില്ല. ആമിന ബീവിയുടെ അടുത്ത് വന്ന് അസ്സലാമു അലൈക യാ ആമിന. ആമിന ബീവി ശരിക്കും ഞെട്ടിപ്പോയി. എന്റെ പേരെടുത്ത് വിളിക്കുന്നല്ലോ, ആരായിരിക്കും ഇദ്ദേഹം? ആമിന, നീ ഗർഭിണിയാണ്, നീ ഗർഭം ധരിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ നായകനെയാണ്. പരിചയപ്പെടുത്താൻ തുടങ്ങിയപ്പോ ആമിന ബീവി ശരിക്കും ഞെട്ടിപ്പോയി. പടച്ചോനെ, ഞാൻ ഗർഭിണിയാണെന്നോ, ഞാൻ ഗർഭിണിയാണെന്നോ? ആമിന ബീവിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. പെട്ടെന്ന് ആ രൂപം അപ്രത്യക്ഷമായി. അപ്പോഴതാ അപ്പുറത്ത് നല്ല സുമുഖനായൊരു മനുഷ്യൻ, പരിചയമില്ലെങ്കിലും ഒരു മനുഷ്യനാണ്. അസ്സലാമു അലൈക യാ ആമിന. ആമിന ബീവിക്ക് സലാം പറയുന്നു, വന്ന് പരിചയപ്പെടുന്നു. നന്നായി പരിചയപ്പെട്ടിട്ട്, നീ ഗർഭിണിയാണ്, നീ ജന്മം നൽകാനിരിക്കുന്നത് ഈ പ്രപഞ്ചത്ത് മുഴുവനും മാറ്റിമറിക്കേണ്ട ഒരു വിപ്ലവ നായകനെയാണ്. ലോകത്തിന്റെ ഗതിവിഗതികളെ മാറ്റേണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിജീവിയും സയൻസിസ്റ്റുമായ ഈ പ്രപഞ്ചത്തിന്റെ നായകർക്കാണ് നീ ജന്മം നൽകാനിരിക്കുന്നതെന്ന് പറയുമ്പോ ആമിന ബീവി മോഹിച്ചുപോയി. തീർച്ചയായും സ്ത്രീകൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ കാണാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ടൈം ഏതായിരിക്കും? പോസിറ്റീവാണെന്ന റിസൾട്ട് വരുമ്പോ. പോസിറ്റീവാണെന്ന റിസൾട്ട് വരുമ്പോ ഞാൻ ഇതെന്റെ പ്രണേശ്വരനോട് പറഞ്ഞ് ആ കവിളിൽ ഒരു ചുംബനം കൊടുക്കുമ്പോ എന്തായിരിക്കും പ്രതികരണമെന്ന് ആഗ്രഹിക്കാത്ത, പ്രതീക്ഷിക്കാത്ത ഒരു സ്ത്രീയും ഉണ്ടാവില്ല. ആമിനയും കൊതിച്ചു. പക്ഷേ ആമിന ബീവിയുടെ മുന്നിൽ മരണവാർത്തയാണ് വരുന്നത്. സങ്കടക്കടലുമായി മുന്നോട്ട് പോകുമ്പോ അതാ കടന്നു വരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ, സയ്യിദുനാ മീകായിൽ, സയ്യിദുനാ ഇസ്രാഫീൽ, സയ്യിദുനാ ആദം, സയ്യിദുനാ നോഹ്, സയ്യിദുനാ ഇബ്രാഹിം, സയ്യിദുനാ മൂസ, സയ്യിദുനാ ഈസ. എല്ലാ പ്രമുഖരായ പ്രവാചകന്മാർ, എല്ലാ പ്രമുഖരായ മലക്കുകൾ, അവര് മുഴുവനും കടന്നു വരികയാണ് ബീബി ആമിന റളിയല്ലാഹു അൻഹയുടെ ചാരത്തേക്ക്. ആമിന ബീവി ഇപ്പോ വളരെ ഹാപ്പിയാണ്. എല്ലാവരും പറയാറുണ്ട്, ഒരാൾ ഗർഭിണിയാകുമ്പോൾ വലിയ വിമിഷ്ടങ്ങൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ എനിക്ക് അതൊന്നും ഇല്ല. മാത്രല്ല, എനിക്ക് നല്ല ആരോഗ്യം കൂടിയിരിക്കുക, ഞാൻ നല്ല ആരോഗ്യവതി ആയിരിക്കുകയാണ്. എന്തായിരിക്കും കാരണം?
അതിലേറെ ആമിന ബീവി അത്ഭുതപ്പെടുത്തിയത് താൻ തന്റെ വീട്ടിലിരിക്കുമ്പോൾ തന്റെ ഗർഭാശയത്തിൽ നിന്ന് ചില പ്രകാശങ്ങൾ പുറത്തേക്ക് പോകുന്നു. സൗദി അറേബ്യയിലെ മക്കയിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ സൗദി അറേബ്യയിലെ മക്കയിലിരുന്ന് അങ്ങ് ഇറാഖിലെ ബസറ പട്ടണം, മറ്റൊരു രാഷ്ട്രത്തിലെ ഒരു പ്രധാന പട്ടണം വരെ ആമിന എന്ന് പറയുന്ന മക്കയിലെ ഒരു പെൺകുട്ടിക്ക് കാണാൻ കഴിയുകയാണ്. നിങ്ങൾ ആലോചിക്കണം അതിൻ്റെയൊക്കെ ഗൗരവം. പറഞ്ഞു തീർക്കാൻ എനിക്ക് ടൈമില്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വലിയ വിശാലമായ വിഷയത്തിലേക്ക് കടക്കണം. കുറച്ച് വാളും പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ബീവി ആമിന റളിയല്ലാഹു അൻഹ അത്ഭുതത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ആമിന ബീബി വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങൾ കേൾക്കുന്നു, പ്രകാശങ്ങളെ കാണുന്നു. ആമിന ബീവിയെ പലരും സമീപിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിനിടക്ക് പെട്ടെന്ന് ആകാശലോകം സജീവമാവുകയാണ്. അള്ളാഹുവിന്റെ സ്വർഗം തുറക്കപ്പെടുന്നു. സ്വർഗത്തിലെ ഹൂറികളും വിൽദാനുകളും അലങ്കൃതമാകുന്നു. സ്വർഗത്തിന്റെ കവാടങ്ങൾ അലങ്കരിക്കപ്പെടുന്നു. അർശും കുർശും 70,000 പ്രകാശം കൊണ്ട് അലങ്കൃതമാവുകയാണ്. ആകാശലോകം മുഴുവനും ചടുലമാവുകയാണ്. അള്ളാഹുവിന്റെ മലായിക്കത്ത് അലൈഹിമുസ്സലാം ഭൂമി ലോകത്തേക്ക് കൂട്ടം കൂട്ടമായി ഇറങ്ങി വരുന്നു. മക്കയും പരിസരവും ഇപ്പോൾ നിബിഡമാണ്. എവിടെ നോക്കിയാലും മലക്കുകളാണ്. കാലുകുത്താൻ ഇടമില്ലാത്ത വിധം മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് മക്ക നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ്. ലോകം മുഴുവനും മക്കയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അതാ കടന്നു വരുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടോ ആമിനാബിയുടെ മുൻഭാഗത്ത് വന്ന് നിന്നു. മീകായിൽ അലൈഹിസ്സലാം വന്ന് വലതുഭാഗത്ത് നിന്നു. പ്രമുഖരായ മലക്കുകളൊക്കെ ചുറ്റുഭാഗത്ത് നിന്നു. അപ്പോഴും ആമിനയുടെ മനസ്സിലൊരു വല്ലാത്ത സങ്കടം. ആമിന റളിയല്ലാഹുവിനെ ചിന്തിക്കുക, ഒരു സ്ത്രീ സാന്നിധ്യമില്ലാതെ എങ്ങനെ ഒരു പ്രസവം നടക്കും? ചിന്തിച്ചതേ ഉള്ളൂ. അതാ കടന്നു വരുന്നു ബീവി ആസിയ റളിയല്ലാഹു അൻഹ, ബീവി മറിയം റളിയല്ലാഹു അൻഹ, ബീവി ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. ഈ 3 സ്വർഗത്തിലെ ഹബീബിന്റെ ഭാര്യമാരോടൊപ്പം 70,000 സ്വർഗീയ ഹൂറികൾ അതിങ്ങനെ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് ആമിന ബീവി കാണുക. ആമിന ബീവിക്ക് അറിയില്ല ഇവർ സ്വർഗ സ്ത്രീകളാണെന്നും പറയാൻ. പക്ഷെ ആമിന ബീവി പറഞ്ഞു, അബ്ദുമനാഫിന്റെ മക്കളെ പോലെ നല്ല നീളമുള്ള ഉയരമുള്ള കുലീനയായ കുടുംബത്തിൽ ജനിച്ചവരെ പോലെയുള്ള സ്ത്രീകൾ എന്റെ ചുറ്റുഭാഗത്ത് കൂടി. എന്നിട്ട് അവരെനിക്ക് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം തന്നു. അതങ്ങ് കുടിച്ചതോടെ ഞാൻ സകലതും മറന്നുപോയി. ഞാൻ ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കെ എങ്ങനെ ഒരു മനുഷ്യനെ വിളിക്കാൻ? ഞാൻ മാത്രമേ ഇത് കാണുന്നുള്ളൂ. വീട്ടിൽ മറ്റാൾക്കും ഇത് ബോധ്യപ്പെടുന്നില്ലല്ലോ. ആമിന ബീവി നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു വെള്ളപ്പക്ഷി പറന്നു വന്നു. ആ ഭീമാകരനായ പക്ഷി ആമിന ബീവിയെ ചേർത്തു പിടിച്ചു. ആ വയറിൽ മെല്ലെ ഒന്ന് തടവി. അപ്പോഴേക്കും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹാനല്ലാഹ് ഭൂമി ലോകത്തേക്ക് വരിക. എന്തൊരു സൗന്ദര്യം, എന്തൊരു ഭംഗി, എന്തൊരു നല്ല പ്രകാശം, നല്ല തുടുത്തുടുത്ത നെറ്റിത്തടം, നല്ല സുന്ദരമായ കവിൾത്തടം, മുടി ചീകി വെച്ചൊരു പുതുമളവാളനെ പോലെ, ശരീരം മുഴുവനും എണ്ണ പുരട്ടി ഭംഗിയാക്കി വെച്ചിരിക്കുന്നു. നല്ല സ്വർമ്മ പുരട്ടിയ മണ്ണുകൾ, നല്ല തിളക്കമുള്ള മുഖം. ആ ദിവസം അവിടെ വന്ന ഹാലയും സുവൈബയും റളിയല്ലാഹു അൻഹുമാ പറയുന്നൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? അന്നത്തെ ദിവസം ഞാൻ ആ വീട്ടിൽ പോയി എന്ത് നോക്കിയാലും പ്രകാശമല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയുന്നില്ല. എവിടെ നോക്കിയാലും പ്രകാശം. അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറുൻ ഫൗക നൂർ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശം കൊണ്ട് മക്കയിൽ ആ കൊച്ചു കുടിലിൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ സഹിക്കാൻ കഴിയാതെ ആമിന ബീവി വിമ്മിഷ്ടപ്പെടുക. തന്റെ മകനാണ്, പക്ഷേ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുമ്പോ വിളിയാളം വരുന്നു. അഖ്ഫൂഹു അൻ അയുനിന്നാസ്. മനുഷ്യന് കാണാനായില്ല, മനുഷ്യൻ ഉൾക്കൊള്ളാനായിട്ടില്ല. ഇദ്ദേഹത്തെ മനുഷ്യൻ ഉൾക്കൊള്ളാവുന്ന രൂപത്തിലേക്കൊന്ന് പരുവപ്പെടുത്തി എടുക്കണം, ഒന്ന് മറപിടിച്ചോളൂ എന്ന് പറയുമ്പോ ആമിന ബീവി നോക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്നതാ കടന്നു വരുന്നു 3 പേര്. ആ കടന്നു വന്നിട്ട് ഒരാള് തന്റെ വെള്ളിപ്പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഴുകുകയാണ്, നെഞ്ചു കീറുകയാണ്, പലതും വെക്കുകയാണ്, പലതും പുറത്തെടുക്കുകയാണ്. ആമിന ബീവി പറയുന്നു, ഒരു പച്ചപ്പട്ട്, ആ പച്ചപ്പട്ടിൽ നിന്ന് ഒരു ഖത്മുൻ നുബുവത്തിന്റെ ആഭരണം എടുത്തപ്പോ എന്റെ കണ്ണു തള്ളിപ്പോയി. എനിക്ക് അതല്ലാതെ മറ്റൊന്നും അന്ന് കാണാൻ കഴിയുന്നില്ല.
കഴിയുന്നില്ല. ആ പ്രകാശത്തിൽ ഞങ്ങളിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടക്ക് പെട്ടെന്നതാ ഖത്മുൻ നുബുവ്വത്തും വെച്ചു. ഞാൻ ഇതൊക്കെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് എന്റെ കൊച്ചുമോനെ കാണാനില്ല. ആമിന ബീവി ഞെട്ടി, റബ്ബേ എന്റെ പിഞ്ചു പൈതലിന് എന്ത് സംഭവിച്ചു, എവിടെ പോയി എന്നറിയോ? അവര് കടന്നു വന്നു നമ്മുടെ ദുബൈയിലേക്ക്, ഹബീബായ റസൂലുള്ളാഹി, എന്റെ മഞ്ചേരിയിലേക്ക് ഹബീബായ റസൂലുള്ളാഹി, ആഫ്രിക്കയിലേക്ക്, അമേരിക്കയിലേക്ക്, മനുഷ്യവാസമുള്ള സകല മനുഷ്യരുടെയും അടുത്തേക്ക്, പ്രപഞ്ചത്തിന്റെ എല്ലാ കോണുകളിലേക്കും ഹബീബിന്റെ ബറക്കത്തെത്തിക്കാൻ വേണ്ടി കടന്നു വന്നു. അതിനാകെ പിടിച്ച ടൈം മൈക്രോ സെക്കൻഡ് ഒന്നും പറയാൻ ആമിന ബീവിക്ക് അറിയില്ലല്ലോ. ആമിന ബീവി പറഞ്ഞു, ഇല്ലാ കലംഹത്തിൽ ബസർ, ഒന്ന് കണ്ണു ചിമ്പി തുറക്കുന്ന സമയം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും കടന്നു വരികയാണ് അഷ്റഫുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു കിട്ടിയപ്പോ തന്റെ പിഞ്ചു പൈതലിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ അതാ വെള്ളപ്പട്ടിൽ പൊതിഞ്ഞ പുന്നാര പൈതൽ തന്റെ ചൊട്ടുചാരത്ത് ഇങ്ങനെ വെക്ക് നോക്കുമ്പോ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഇപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇല്ല, ഇപ്പോൾ മീകായിൽ അലൈഹിസ്സലാം ഇല്ല, മറിയം ബീവിയും ആസിയയും ഇല്ല. മക്കയിലെ ആ കുടിൽ ശാന്തമാണ്. മക്കയിലെ ആ കുടിൽ ശാന്തമാവുമ്പോ തന്റെ പിഞ്ചു പൈതലിനെ മാറോട് ചേർത്ത് പിടിച്ച് ആമിന നോക്കിക്കൊണ്ടിരിക്കെ റളിയല്ലാഹു അൻഹാ അതാ കടന്നു വരുന്ന സുവൈബ റളിയല്ലാഹു അൻഹു ഹബീബിയോട് പറഞ്ഞു, ഈ വിവരം പോയി പറയൂ പാപ്പ അബ്ദുൽ മുത്തലിബിനോട്. സുവൈബ ഓടിച്ചെന്ന് വിവരം പറയുമ്പോ അബ്ദുൽ മുത്തലിബ് അപ്പോൾ കഅബ തവാഫ് ചെയ്തേ ഉള്ളൂ. ആ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു വിളിയാളം, യാ അബ്ദുൽ മുത്തലിബ്, നിങ്ങൾക്കൊരു കുഞ്ഞു ജനിച്ചിരിക്കുന്നു, കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേര് കൊടുക്കണം. എവിടെന്നാണ് കേട്ടത്? അത്ഭുതത്തോടെ കേട്ട അബ്ദുൽ മുത്തലിബ് നിൽക്കുമ്പോഴാണ് ഓടി വന്ന് പറയുന്നത്, ഇതാ ആമിന പ്രസവിച്ചിരിക്കുന്നു. ഓടി അബ്ദുൽ മുത്തലിബ് ആമിന റളിയല്ലാഹുവിന്റെ ചാരത്തേക്ക് ചെന്ന് നോക്കുമ്പോ ചുറുചുറുക്കുള്ള ആ പിഞ്ചു പൈതൽ സാധാരണ ഒരു മനുഷ്യന്റെ രൂപഭാവങ്ങളൊന്നുമല്ല. സുന്നത്ത് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ബുക്കിൽ കൊടി മുറിച്ചിട്ടുണ്ട്, രണ്ട് കൈയും ഭൂമിയിലേക്ക് കുത്തി ആകാശത്തേക്ക് നോക്കിയാണ് വന്നിരിക്കുന്നത്. എന്തൊരു സുഗന്ധം! മക്ക മുഴുവനും ആ സുഗന്ധം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ് ഓടുകയാണ്. ലോകം മുഴുവനും മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ്. പരിശുദ്ധ കഅബയിലടക്കം ലോകത്തിന്റെ ഏതു ഭാഗത്തൊക്കെയുള്ള ബിംബങ്ങളുണ്ടോ അത് മുഴുവനും തല കീഴായി കിടക്കുന്നുണ്ട്. അറേബ്യൻ ലോകം മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളായി അന്ന് അറിയപ്പെടുന്ന അധികാര കേന്ദ്രങ്ങളെ മുഴുവനും ആ ദിവസം പിടിച്ചുലക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് ആരാധ്യ വസ്തുക്കളായി ആരോപിക്കപ്പെട്ട പലതിനെയും മാറ്റങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അങ്ങനെ ലോകം മുഴുവനും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, മദീനയാണ് ഏറ്റവും ഇളകി മറിഞ്ഞത്. മദീനയിലെ യഹൂദ പണ്ഡിതന്മാർ വീട് വിട്ടോടുകയാണ്, വീട് വിട്ടോടിയിട്ട് വിലപിക്കുകയാണ്. എന്താണ് ലോകത്ത് സംഭവിക്കുന്നത്? എന്താണ് ലോകത്ത് സംഭവിക്കുന്നത്? ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത എന്താണ്? ഇന്ന് ലോകത്ത് വലിയ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ആരെങ്കിലും കച്ചവടക്കാര് വരുന്നുണ്ടോ? ദൂരേന്ന് വലിയ രാജ്യത്തുനിന്നും ആളുകളെ കണ്ടുമുട്ടാൻ കഴിയോ? എന്തോ ലോകത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്താണ് അബ്ദുൽ മുത്തലിബ് ആമിന ബീവിയുടെ ചാരത്തെത്തുന്നത്. ആമിന ബീവി പിഞ്ചു പൈതലിനെ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കൊരുപാട് പറയാനുണ്ട്, ഇപ്പൊ പറയാൻ പറ്റിയ ഒരു ആരോഗ്യ നിലയിലല്ല ഞാൻ. നിങ്ങൾ ഈ കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേര് നൽകണം. അബ്ദുൽ മുത്തലിബ് ശരിക്കും ഞെട്ടി. ഞാൻ അല്പം മുമ്പ് കേട്ട അതേ പേര്, മറ്റൊന്നും ആലോചിച്ചില്ല. പരിശുദ്ധമായ കഅബയിലേക്ക് ഓടി കഅബ ഷരീഫ് തവാഫ് ചെയ്ത് ആ പിഞ്ചു പൈതലിന് മുഹമ്മദ് എന്ന് നാമകരണം ചെയ്ത് നേരെ തിരിച്ചു കൊണ്ടുവന്ന് കിടത്തുകയാണ്. ആമിന റളിയല്ലാഹു അൻഹയുടെ പുന്നാര പൈതൽ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും അത്ഭുത പാത്രമായി വരികയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ പിഞ്ചു പൈതലിനെ കാണാൻ നാട് മുഴുവനും ഇളകി വരുന്നുണ്ട്. റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്കൊരു പതിവുണ്ട്, രാത്രി ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി ആർക്കും കാണിച്ചു കൊടുക്കൂല. കാരണം ഇന്നത്തെ പോലെ ലൈറ്റ് ഒന്നുമില്ല. ചെറിയ അരണ്ട വെളിച്ചത്തിൽ കുട്ടിയെ കണ്ട് ആരെങ്കിലും വല്ലതും പറഞ്ഞ് അങ്ങനെ നാവ് തട്ടിപ്പോണ്ടാന്ന് കരുതിയിട്ട് പ്രകാശമാകുന്നത് വരെ വെയിറ്റ് ചെയ്യും. അന്നും ഞങ്ങൾ ആ കുട്ടിയെ മൂടി വെച്ചു. പക്ഷെ മൂടേണ്ട താമസം ആ മൂടി രണ്ട് കഷ്ണമായി മാറി. വീണ്ടും മൂടി വെച്ചു, അതും കഷ്ണമായി മാറി. മൂന്നാമതും കഷ്ണമായപ്പോ പിന്നെ ഞങ്ങൾ അതിന് മെനക്കെട്ടില്ല. അങ്ങനെ ആ പിഞ്ചു പൈതലിനെ കുറിച്ചുള്ള വാർത്തകൾ നാടൊട്ടാകെ പരന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരാലും ശ്രദ്ധാകേന്ദ്രമായി അഷ്റഫുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരിക.
പുന്നാര നബി തങ്ങളുടെ ജീവിതത്തിന്റെ പ്രാരംഭ ദശ ആരംഭിക്കുന്നു. പറയാൻ സമയമുണ്ടാകുമോ എനിക്ക് അറിഞ്ഞുകൂടാ. അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ധാരാളം നമ്മൾ പറയേണ്ടതുണ്ട്, ധാരാളം പഠിക്കേണ്ടതുണ്ട്. ഒരു ദിവസമല്ല, ഒരു മാസം പറഞ്ഞാലും നമുക്ക് തീരാത്ത നബി ചരിത്രങ്ങൾ നമ്മുടെ മുന്നിൽ പഠിക്കാൻ ബാക്കിയുണ്ടെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനേ എനിക്കിന്ന് കഴിയുകയുള്ളൂ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കൊച്ചുമോന വീട്ടിലിങ്ങനെ വളരുന്ന സമയം പുന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം പ്രത്യേകതകളുള്ളതുകൊണ്ട് എല്ലാവരും ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന ആ പുന്നാര നബി തങ്ങൾ, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു പതിവാണ് മുല കൊടുക്കാൻ കുട്ടികളെ ദൂരേക്ക് പറഞ്ഞേക്കുക, പാല് കൊടുക്കാൻ കുട്ടികളെ ദൂരേക്ക് പറഞ്ഞേക്കുക. കാരണം എന്താ? മക്ക എന്ന് പറയുന്നത് ഒരു ഹജ്ജിന് വരുന്ന രാജ്യമാണ്. അതുകൊണ്ട് ധാരാളം കച്ചവടക്കാരും ധാരാളം വിദേശികളും വരും. അപ്പൊ നല്ല ഭാഷ കിട്ടില്ല, ഒന്ന്. രണ്ടാമത്തത്, ആ മക്ക എന്ന് പറയുന്ന രാജ്യത്ത് ധാരാളം ആളുകൾ വരുമ്പോൾ രോഗങ്ങൾ പടരും. അതുകൊണ്ട് നല്ല ആരോഗ്യവും നല്ല ഭാഷയും കിട്ടാൻ പച്ചപിടിപ്പുള്ള ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് പറഞ്ഞു വിടണം. അതാ കാട്ടുകാരുടെ പതിവാണ്. ആ നാട്ടുകാരുടെ പതിവ് എന്ന നിലയ്ക്ക് പലതുമുണ്ട്. ഇപ്പൊ ബീബി ആയിഷ റളിയല്ലാഹുവിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ നടക്കുകയാണ്. മക്കയിലെ സാഹചര്യം, അന്ന് നിലനിൽക്കുന്ന അന്തരീക്ഷമൊന്നും ആരും പഠിക്കുന്നില്ല, ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ആയിഷ ബീവിയുടെ വിവാഹ ദിവസം തന്നെ നടന്നിരിക്കുന്ന വളരെ വിവാഹങ്ങളുണ്ട്. ഇപ്പൊ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹത്തെ കുറിച്ച് ഞാൻ ഇവിടെ സംസാരിച്ചല്ലോ. അതേ ദിവസം തന്നെ അബ്ദുൽ മുത്തലിബ് ഒരു കല്യാണം കഴിക്കുന്നുണ്ട്. മകന്റെ ചെറിയ മകന്റെ കല്യാണ ദിവസമാണ് പ്രായാധിക്യത്തിൽ നിൽക്കുന്ന അബ്ദുൽ മുത്തലിബ് ഹാലയെ കല്യാണം കഴിക്കുന്നത്. അതാരും ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നില്ല. ഓരോ രാജ്യത്തും വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്തങ്ങളായ പതിവുകൾ ഉണ്ടാകും. ആ പതിവുകളിൽപ്പെട്ടതാണ് ഇത്തരം വിവാഹങ്ങളൊക്കെ. സമയമുണ്ടെങ്കിൽ നമുക്ക് അതിലേക്കൊക്കെ കടന്നു പോവാം. ബഹുമാനപ്പെട്ട ആമിന റളിയല്ലാഹു അൻഹയുടെ പുന്നാര പൈതൽ വളർന്നുകൊണ്ടിരിക്കെ അതാ തായിഫിൽ നിന്ന് ആ സഅദിയ കുടുംബത്തിലെ 40 കുടുംബങ്ങൾ ഒരുമിച്ച് വരികയാണ്. അവർക്കൊരു ലക്ഷ്യമുണ്ട്. നല്ല മക്കയിലെ നല്ല സമ്പന്നരായ കുട്ടികളെ തെരഞ്ഞു പിടിക്കണം, എന്നിട്ട് അവർക്ക് മുല കൊടുക്കാൻ കൊണ്ടുപോകണം. ആ കുട്ടികൾക്ക് മുല കൊടുക്കുമ്പോൾ വലിയ ഫീസ് കിട്ടും, അതുകൊണ്ട് സുഖമായി ജീവിക്കാം. നേരെ കടന്നു വരുന്ന കൂട്ടത്തിൽ ഏറ്റവും പിറകിലൊരു യാത്രക്കാരിയുണ്ട്, ഹലീമ എന്നാണ് പേര്. ഒട്ടകം ഞൊണ്ടിയാണ് നടക്കുന്നത്. ഹലീമയും ഒട്ടകവും ഒക്കെ ഭക്ഷണം കിട്ടാഞ്ഞിട്ട് വല്ലാതെ ക്ഷീണതയാണ്. വിഷമിച്ച് വരുമ്പോ ഹലീമ വിളിച്ചു പറയും, കൂട്ടുകാരെ ഒന്ന് വെയിറ്റ് ചെയ്യോ, ഞാനും കൂടെ വരട്ടെ. ഹലീമക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യും. വീണ്ടും നടക്കും, വീണ്ടും ഹലീമ പിറകിലാകും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അവസാനം മക്കയിലെത്തിയതോടുകൂടി ആളുകൾക്ക് പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല, ആരും ആരെയും കാത്തിരുന്നില്ല. അവനവന് ഏറ്റവും നല്ല സമ്പന്നന്റെ വീട് തേടിപ്പോയി കുട്ടികളെ തേടിയെടുക്കുകയാണ്. അവസാനം എത്തിയ ഹലീമ അന്വേഷിച്ചപ്പോ ഒരു വാക്ക് കിട്ടി, അബ്ദുൽ മുത്തലിബിന് ഒരു പേരക്കുട്ടി ഉണ്ടായിട്ടുണ്ട്, കിട്ടുമായിരിക്കും, നിങ്ങളൊന്ന് പോയി നോക്ക്. അബ്ദുൽ മുത്തലിബിന്റെ അടുത്തെത്തിയ ഹലീമ റളിയല്ലാഹു അൻഹ, ഹലീമ ബീവി ചോദിച്ചപ്പോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ആമിനയുടെ കുട്ടിയാണ്, അതൊരു പ്രത്യേകതയുള്ള കുട്ടിയാണ്, ഒന്ന് പോയി നോക്കൂ, അവര് വിട്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഹലീമ ബീവി ചെന്ന് അന്വേഷിച്ചു. ആമിന ബീവി പറഞ്ഞു, ഈ കുട്ടി വളരെ പ്രത്യേകതയുള്ള കുട്ടിയാണ്, ഒരു പക്ഷേ നിങ്ങളെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കാൻ ഈ കുട്ടി കാരണമായേക്കാം, സൂക്ഷിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് ഈ കുട്ടിയെ? ആമിന ബീവിക്ക് അവര് വാക്ക് കൊടുക്കേണ്ടതുണ്ട്. ഹലീമ ബീവി ഭർത്താവിനോട് സംസാരിച്ചു. ഭർത്താവ് പറഞ്ഞു, ഒരു യതീം കുട്ടിയാണ്, അത് വലിയ ബർക്കത്തായിരിക്കും, നമുക്ക് ആ കുട്ടിയെ സ്വീകരിക്കാം. ഹലീമ ബീവിയോട് ആ കുട്ടിയെ കൊണ്ടുവരാൻ വേണ്ടി പറയാ. ഹലീമ ബീവി ആമിന ബീവിയുടെ കയ്യിൽ നിന്ന് തന്റെ ഭർത്താവിനെ കാണിക്കാൻ ആ പിഞ്ചു പൈതലിനെ അങ്ങ് വാങ്ങിയതാ. ഹലീമ ബീവി ശരിക്കും ഞെട്ടിപ്പോയി. എന്റെ ശരീരത്തിൽ ഒരു കറണ്ട് പാസ് ചെയ്യുന്നു, ഞാനൊരു ചെറുപ്പക്കാരിയായി മാറുകയാണല്ലോ, എന്താണ് സംഭവിക്കുന്നത്, എനിക്ക് എന്താണ് പറ്റിയിരിക്കുന്നത്, നല്ല ആരോഗ്യവതിയായി ഞാൻ മാറുന്നല്ലോ, എന്താ സംഭവിച്ചിരിക്കുന്നത്? നേരെ കൊണ്ടുപോയി ഭർത്താവിന്റെ മുന്നിലെത്തിയപ്പോ ഭർത്താവ് ആ പിഞ്ചു പൈതലിനെ സ്നേഹത്തോടെ വാങ്ങിയതാ. പെട്ടെന്ന് അഷ്റഫുൽ വജൂദ് റസൂലുള്ളാഹി തങ്ങളങ്ങ് കണ്ണു തുറന്നു. ആ കണ്ണിൽ നിന്നൊരു പ്രകാശം തന്റെ ഭർത്താവിന്റെ കണ്ണിലേക്ക് അങ്ങ് ചെന്നപ്പോ ശരിക്കും അദ്ദേഹം വിറച്ചുപോയി. വല്ലാത്തൊരവസ്ഥ, വല്ലാത്തൊരു മാറ്റം. ഞാനൊരു നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനെ പോലെ ആരോഗ്യവാൻ. അദ്ദേഹം മറ്റൊന്നും പറഞ്ഞില്ല, നമുക്ക് ഈ കുട്ടിയെ കിട്ടിയേ പറ്റൂ, നമുക്ക് കൊണ്ടുപോവാം. ആമിന ബീവിയോട് സമ്മതം വാങ്ങി ആ കുട്ടിയുമായി ഒട്ടകപ്പുറത്ത് ഏറിയതാ. ഒട്ടകം അടിച്ചു പൊള്ളിച്ച് പറക്കാൻ തുടങ്ങുക. ആളുകൾ പറഞ്ഞു, ഹലീമക്ക് ആരോ ഒരു നല്ല വണ്ടി
വണ്ടി കൊടുത്തല്ലോ. ഇങ്ങോട്ട് വന്നപ്പോ ഞൊണ്ടി വന്നിരുന്ന ആ വണ്ടിക്ക് പകരം ഹലീമക്കാരാ ഇത്ര നല്ലൊരു വാഹനം കൊടുത്തത്. ഹലീമ ഒന്ന് നിക്ക്, ഇങ്ങോട്ട് വന്നപ്പോ എത്ര ഞങ്ങൾ വെയിറ്റ് ചെയ്തതാ. ഹലീമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇതൊരു പുതിയ വണ്ടിയല്ല, ഞാൻ ഇങ്ങോട്ട് വന്ന അതേ ഒട്ടക, നീ ഞങ്ങളെ കളിപ്പിക്കല്ല ഹലീമ. തീർച്ചയായും ഞാൻ പറയുന്നത് സത്യമാ. ഈ കുട്ടിക്ക് എന്തൊരു പ്രത്യേകതയുണ്ട്. ഈ കുട്ടിയെ കയ്യിലെടുത്തതോടെ ഞങ്ങൾക്കൊരു നല്ല മാറ്റം, നല്ലൊരു ആരോഗ്യം. ഈ ഒട്ടകത്തിന്റെ ഓട്ടം നിങ്ങൾ കാണുന്നില്ലേ? അവരും ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, ഹലീമ എന്നാൽ ആ കുട്ടിയെ ഞങ്ങളെയൊക്കെ ഒട്ടകപ്പുറത്തുനിന്ന് വെക്ക്, നമുക്കതിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് പോകാം. അങ്ങനെ തുടങ്ങി ആ ബർക്കത്തെടുക്കൽ. ഹബീബായ തങ്ങളെ അന്ന് മുതൽ തന്നെ അവരോരോരുത്തരും സ്നേഹത്തോടെ ലാളിച്ചു വാങ്ങിയിട്ട് ഒട്ടകപ്പുറത്ത് വെച്ചു നടന്നുപോയി. ചരിത്രം പറയുന്നു 2 വർഷക്കാലം തായിഫിന്റെ സുഭിക്ഷമായ കാലഘട്ടം, ഇഷ്ടം പോലെ പാലുകൾ, ഇഷ്ടം പോലെ ഈത്തപ്പഴകൾ, നല്ല സന്തോഷത്തോടെയുള്ള 2 വർഷം കഴിഞ്ഞുപോയി. 2 വർഷം തീരുമ്പോഴും അവർക്കൊരു ദുഃഖം. ഏറ്റവും സന്തോഷിക്കേണ്ട ദിവസം 2 വർഷം തീരുമ്പോ. കാരണം ഈ മുല കൊടുക്കുന്ന കുട്ടികളൊക്കെ തിരിച്ചു കൊടുക്കാം, അന്ന് വലിയ പ്രതിഫലം കിട്ടും. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി തിരിച്ചു വരാനുള്ള ദിവസമാ. പക്ഷേ അന്ന് തായിഫുകാർ ഉറങ്ങിയില്ല. അവർക്കെല്ലാവർക്കും കരച്ചിലാണ്. ഞങ്ങളുടെ മുഴുവൻ വളർച്ചയുടെയും വികസനത്തിന്റെയും കാരണമായ ഈ ബറക്കത്തുള്ള കുട്ടിയെ കൈയൊഴിക്കേണ്ടി വരുമല്ലോ. പക്ഷേ മാർഗമില്ലാത്തത് കൊണ്ട് എല്ലാ വീട്ടിലും ആ ചെറിയ പൈതലിനെ കൊണ്ടുപോയി കിട്ടാവുന്ന പാത്രത്തിലൊക്കെ അവർ കൈവച്ചു. ഹബീബായ തങ്ങളെ ബറക്കത്തുള്ള വെള്ളം ശേഖരിച്ചു. എന്നിട്ട് മക്കയിലേക്ക് അവർ പുറപ്പെട്ടു. മക്കയിൽ വന്നപ്പോൾ ആമിന റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹലീമ വലിയൊരു രോഗം കൊണ്ട് വിഷമിക്കാണ് മക്ക. ഈ സമയത്ത് നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ടുവന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരല്പം കൂടി നിങ്ങൾ ആ കുട്ടിയെ സംരക്ഷിക്കോ. ഹലീമ ബീവിക്ക് ഇതിനേക്കാൾ സന്തോഷമുള്ള മറ്റൊന്നും കേൾക്കാനുണ്ടായിരുന്നില്ല. അവർ കേട്ട പാതി കേൾക്കാത്ത പാതി തിരിച്ചു കൊണ്ടുപോയി. തായിഫിൽ വീണ്ടും 2 വർഷം, തായിഫിലെ ആ സന്തോഷം നിറഞ്ഞ 2 വർഷം. ആ 2 വർഷത്തിൽ തായിഫുകാർ ഓരോ ദിവസവും വെള്ളപ്പാത്രവുമായി വരും. പുന്നാര നബി തങ്ങളെ കൈമുക്കിയ വെള്ളമാണെന്ന് തായിഫുകാർ ഉപയോഗിക്കുന്നത്. സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ആ 2 വർഷത്തിനിടക്ക് ഒരു തവണ ഹലീമയുടെ കൊച്ചുമോൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഖുത്തില അഖൂന അൽ അറബ്, നമ്മുടെ അറബ് സഹോദരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഹലീമ ബീബി ഞെട്ടി, എന്താണ് പറ്റിപ്പോയത്? ഓടിച്ചെന്ന് നോക്കുമ്പോ ഒരു മരത്തണലിൽ പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ കിടക്കുകയാണ്. തന്റെ ശരീരത്തിലുള്ള ഈ വിയർപ്പ് ശരീരത്തിലുള്ള മൾത്തരികൾ മുഴുവനും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഹലീമ റളിയല്ലാഹു അൻഹ ഓടിച്ചെന്ന് പുന്നാരപ്പയെ തന്നെ വാരിയെടുത്ത് ചോദിച്ചു, എന്ത് പറ്റി മോനെ? എനിക്കറിയില്ല. 2-3 പേര് വന്നു, എന്നെ ഇവിടെ കിടത്തി, എന്റെ നെഞ്ചു കീറി, എന്തൊക്കെയോ വെച്ചു, എന്തൊക്കെയോ മാറ്റി, എനിക്കിപ്പോഴൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറയുമ്പോ ഹലീമ ബീബി തീരുമാനിച്ചു, ഈ കുട്ടിയെ ഇനി ഇവിടെ നിർത്തിക്കൂടാ, എത്രയും പെട്ടെന്ന് മക്കയിലെത്തിക്കണം, ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാത്തവളായി മാറും. പേടിച്ച് ഹലീമ ബീവി സങ്കടക്കടലോടെ തായിഫിലെ ഓരോ വീട്ടിലും ആ കുട്ടിയോ കൊണ്ടുമായി നടന്ന് എല്ലാവരും കൂടി സങ്കടത്തോടെ യാത്രയാക്കി. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 വർഷത്തെ തന്റെ തായിഫിലെ ജീവിതം അവസാനിച്ചു മക്കയിലെത്തുകയാണ്. മക്കയിലെ പരിശുദ്ധമായ മണ്ണിൽ 2 വർഷം കൂടി ഹബീബിന്റെ സുന്ദരമായ ജീവിതം വരുന്നു. അതിനിടയ്ക്ക് ഒരുപാട് അത്ഭുതങ്ങളുണ്ട്, പറയാൻ സമയമില്ല. അവസാനം 6ാമത്തെ വയസ്സിൽ തന്റെ പിഞ്ചു പൈതലിന്റെ ഒരു ചോദ്യം, ഉമ്മ എന്റെ ഉപ്പ എവിടെയാണ്? ഉപ്പ സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു. ഉപ്പാന്റെ ഖബർ എവിടെയാണ് ഉമ്മ? അത് മദീനയിലാണ്. ഇവിടുന്ന് 470-ലേറെ കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട് മോനെ. എന്നാലും ഉപ്പാന്റെ ഖബറൊന്ന് കാണാൻ കിട്ടിയെങ്കിൽ. ആ പിഞ്ചു പൈതൽ സങ്കടപ്പെട്ട് പറയുമ്പോ പ്രിയപ്പെട്ട ഉമ്മാക്ക് അതിനോട് പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ഉപ്പാപ്പയോടൊന്ന് ചോദിച്ചു നോക്കാം. അബ്ദുൽ മുത്തലിബിന്റെ ചാരത്ത് എന്ന് ആമിന ബീവി വിഷയം അവതരിപ്പിച്ചു. അബ്ദുൽ മുത്തലിബ് ശരിക്കും ഞെട്ടി. ഈ കൊടും വേനലിൽ ഇത്രയും ദൂരം ഒട്ടകപ്പുറത്ത് ഒരു സ്ത്രീയും ഈ പിഞ്ചു പൈതലിനെയും യാത്രയാക്കുകയോ? എനിക്ക് കൂടെ പോകാനുള്ള ആരോഗ്യമില്ലല്ലോ. പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി ഉപ്പയോടുള്ള സ്നേഹത്തിന്റെ കാഠിന്യം കൊണ്ട് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് കരയുകയാണ്. അവസാനം സമ്മതിക്കേണ്ടി വന്നു. ഉമ്മ ഐമൻ എന്ന് പറയുന്ന അടിമ സ്ത്രീയും ആമിന റളിയല്ലാഹു അൻഹയും പുന്നാര ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന 6 വയസ്സുകാരനും ഉപ്പയെ കാണാൻ
തന്റെ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ തനിക്ക് നഷ്ടപ്പെട്ടു പോയ, തന്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ കഴിയാത്ത ഉപ്പയുടെ ഖബറെങ്കിലും ഒന്ന് കാണാൻ വേച്ചുള്ള ദീർഘമായ 12 ദിവസത്തെ യാത്ര അവസാനിച്ച് അവർ ബനു നജ്ജാറിലെത്തി. അവിടെ അവർ ഏതാനും ദിവസങ്ങൾ തങ്ങി. ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങൾ ഉപ്പയുടെ ഖബറന്വേഷിച്ചു. ആമിന ബീവി കൈപിടിച്ചു കൊണ്ടുപോയി. ചൂണ്ടിക്കാണിക്കുമ്പോ തന്റെ പുന്നാര ഉപ്പയുടെ ഓർമ്മകൾ മനസ്സിൽ തികട്ടി ആ പിഞ്ചുബാലൻ പൊട്ടി കരഞ്ഞുകൊണ്ടിരുന്നു. ആ രംഗം നോക്കി നിൽക്കാൻ ആമിന ബീവിക്ക് കഴിയുമായിരുന്നില്ല. ആമിന ബീവിയുടെ നെഞ്ചു പിളരുകയാണ്. തന്റെ പയനേശ്വരന്റെ ഓർമ്മകൾ മനസ്സിൽ തികട്ടി വരികയാണ്. ആമിന റളിയല്ലാഹു അൻഹ നെഞ്ചുപൊട്ടി കരയുന്ന പിഞ്ചു പൈതലിനെ സമാധാനിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. വേച്ചു തിരിച്ചു വന്നു. നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അബ്ദുൽ മുത്തലിബിന്റെ ചാരത്തേക്ക് തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. അബവായിലെത്തി. ആമിന ബീവിയുടെ രോഗം കലശലാവുകയാണ്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആമിന ബീവി തളർന്നിരുന്നു. ആ പിഞ്ചു പൈതൽ തന്റെ ഉമ്മയുടെ തലയെടുത്ത് 6 വയസ്സുകാരന്റെ മടിയിൽ കിടത്തിയിരിക്കുകയാണ്. ആമിന ബീവി ആ മുഖത്ത് അമർത്തി ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, ഉമ്മ പോവുകയാണ്. എന്റെ പുന്നാര പൈതൽ വിഷമിക്കരുത്. ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് നിന്നെ പൊന്നുപോലെ സംരക്ഷിക്കും. ഈ ഉമ്മ ഉപ്പാപ്പയുടെ ചാരത്തേക്ക് നിന്നെ കൊണ്ടുപോയാക്കും. ഉമ്മ, ഈ മരുഭൂമിയിൽ എന്നെ ഒറ്റക്കാക്കി നിങ്ങൾ പോകുന്നു. ആ പിഞ്ചു പൈതലിനത് താങ്ങാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ റബ്ബിന്റെ വിധിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്ന ആമിന റളിയല്ലാഹു അൻഹ എന്നേക്കുമായി കണ്ണെടുക്കുന്നു. ആ 6 വയസ്സുള്ള പിഞ്ചു പൈതൽ കണ്ണുനീരോടെ തന്റെ ചെറിയ കൈപ്പത്തി കൊണ്ട് അബവായിലെ മരുഭൂമിയിലെ ആ മണൽക്കാട്ടിൽ ഒരു ഖബർ ഒരുക്കുന്നു. അതിൽ പുന്നാര ആമിന റളിയല്ലാഹുവിന്റെ ഖബർ ഷരീഫ് തയ്യാറാകുന്നു. ആ ഖബറും കെട്ടിപ്പിടിച്ച് ഏറെ നേരം ആ 6 വയസ്സുകാരൻ കരയുന്നുണ്ട്. ഉമ്മയിമൻ നിർബന്ധിച്ചു കൊണ്ടുപോകും. കുറെ ദൂരം വരെ നടക്കും. പിന്നെയും തിരിച്ചോടി വരും. ഉമ്മയുടെ ഖബർ കെട്ടിപ്പിടിച്ച് കിടക്കും. പിന്നെയും നിർബന്ധിച്ചു കൊണ്ടുപോകും. അങ്ങനെ വേച്ചു മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. ഇപ്പോൾ വാപ്പയില്ല, ഉമ്മയില്ല, ആരാരുമില്ലാത്ത പൂർണ്ണ യതീമായ ആ പാവപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കൊച്ചുബാലൻ ചരിത്രത്തിന്റെ ഗതിവിഗതികളെ വലിയ തോതിൽ മാറ്റിമറിച്ച് ലോകത്തൊരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു വലിയ നായകന്റെ അനാഥത്വം നിറഞ്ഞ 2 വർഷത്തെ ജീവിതം വീണ്ടും അബ്ദുൽ മുത്തലിബിന്റെ കുടിലിൽ നടക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് മക്കയിലെ പ്രമുഖനാണ്. അവിടെ ഒരു കോടതിയാണ്. ആ മക്കയിലുണ്ടാകുന്ന ഏത് വിഷയങ്ങൾക്കും പരിഹാരം കാണുന്നത് അബ്ദുൽ മുത്തലിബിന്റെ മടിത്തട്ടിലാണ്. ആ സമയത്ത് അതൊക്കെ കണ്ടു പഠിക്കാൻ പാകത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ മടിയിൽ എപ്പോഴും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല, സങ്കീർണമായ ചില വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ അബ്ദുൽ മുത്തലിബ് വിഷമിക്കുമ്പോൾ ആ 6 വയസ്സുകാരൻ, ആ 7 വയസ്സുകാരൻ വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം പറയും. ആളുകൾക്കത് സ്വീകാര്യമാണ്. കാരണം മക്കക്കാരുടെ മുന്നിൽ അത്ഭുത മനുഷ്യനാണ് അഷ്റഫുൽ വജൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മക്കയിലെ ആ സന്തുഷ്ടമായ ജീവിതം പക്ഷേ ഏറെ നീണ്ടു നിന്നില്ല. അബ്ദുൽ മുത്തലിബ് പൊന്നുപോലെ വളർത്തിയിരുന്നെങ്കിലും അബ്ദുൽ മുത്തലിബും യാത്ര ചോദിച്ചു. അബൂ താലിബിനെ വിളിച്ചു പറഞ്ഞു, ഈ മുന്നാര പൈതലിനെ നീ ഏറ്റെടുക്കണം. അബൂ താലിബ് വാക്കുകൊടുത്തു. മരണസമയത്ത് മരണം വരെ ഞാൻ എൻ്റെ ജീവൻ പണയപ്പെടുത്തിയും ഈ കുഞ്ഞിനെ പരിപാലിക്കും. ചരിത്രം നമ്മോട് പറയുന്നത് ആ വാക്ക് 100% പാലിച്ചാണ് അബ്ദുൽ മുത്തലിബ് യാത്ര പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ സുന്ദരമായി എല്ലാവരാലും അംഗീകൃതനായി സർവാധരണീയനായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. 12ാമത്തെ വയസ്സിൽ പ്രധാനപ്പെട്ട ഒരു യാത്രക്ക് അബ്ദു താലിബ് ഒരുങ്ങുന്നത്. അബൂ താലിബിന്റെ കൂടെ പോകാൻ ഹബീബ് ആഗ്രഹം പ്രകടിപ്പിച്ചു. അബൂ താലിബ് പലപ്പോഴും പിന്തിരിപ്പിച്ചെങ്കിലും നബി തങ്ങൾ വിട്ടില്ല. ആ യാത്ര വഴിയോരത്ത് വെച്ചൊരു പ്രത്യേക പോയിന്റിലെത്തിയപ്പോ ബഹീറ കടന്നു വരുന്നുണ്ട്. വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് ആരുടെ കുട്ടിയാണ്? ഇതെന്റെ കുട്ടിയാണ്. നിങ്ങളുടെ കുട്ടിയോ? അതെ, നിങ്ങളുടെ കുട്ടിയല്ല ഈ കുട്ടി. നിങ്ങൾ തീർത്തു പറയൂ, ഇത് നിങ്ങളുടെ കുട്ടിയാണോ? അല്ല, എന്റെ സഹോദരന്റെ കുട്ടിയാണ്. ഈ കുട്ടിയുടെ വാപ്പയുടെ പേര് അബ്ദുള്ളയാണ്. ഈ കുട്ടിയുടെ വാപ്പ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, മരണപ്പെട്ടിട്ടുണ്ട്. സൂക്ഷിക്കണേ, ഇത് അവസാനത്തെ പ്രവാചകനാകാനുള്ള കുട്ടിയാ. അതുകൊണ്ട്
അപകടം വന്നു പോകും. തീർച്ചയായും നിങ്ങൾ ഈ കുട്ടിയെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ എന്ന് പറയുമ്പോൾ അബൂ താലിബ് ശരിക്കും ഞെട്ടി. മാത്രല്ല, അബൂ താലിബ് എന്ന് കണ്ടൊരു അത്ഭുതമുണ്ട്. നടന്നു പോകുന്ന വഴിയോരത്ത് ഹബീബ് നടക്കുന്നിടത്ത് മുഴുവനും മേഘം തണൽ വിരിച്ചുകൊണ്ടിരിക്കുന്നു. ഹബീബായ തങ്ങളുടെ ഭാഗത്തേക്ക് മരങ്ങൾ ചാഞ്ഞു വരുന്നു. ഹബീബായ തങ്ങളുടെ ഭാഗത്തേക്ക് പല അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഞാൻ നുബുവത്ത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എന്നോട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിരിക്കുന്ന കല്ലുകളെ കൃത്യമായി എനിക്കറിയാം, മരങ്ങളെ കൃത്യമായി എനിക്കറിയാം. അഷ്റഫുൽ വജൂദ് റസൂലുള്ളാഹി. ആ കൊച്ചു ബാല്യം മെല്ലെ പിച്ച വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടക്കാണ് അബൂ താലിബിന് പ്രായമായി. ഹബീബായ തങ്ങൾക്ക് 25 വയസ്സായി. അതിനിടയ്ക്കൊരു 12 വർഷം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ പരാമർശിക്കാതെ പോവാണ്. സംഭവ ബഹുലമാണ് ഓരോ വർഷങ്ങളും. ഹബീബായ തങ്ങളുടെ ജീവിതത്തിലെ ഓരോ വർഷങ്ങളും വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടതാണ്. സമയത്തിന്റെ പരിമിതി ഞാൻ പരിഗണിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 25 വയസ്സായി. ഒരു വൈവാഹിക ജീവിതത്തിലേക്കൊക്കെ ചിന്തിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലെത്തി. പക്ഷേ നബി തങ്ങൾക്ക് അനുയോജ്യമായ ഒരു ജോലി വേണം. അബൂ താലിബ് ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് മക്കയിലെ പ്രമുഖയായ ഒരു ബിസിനസ് സഹോദരി ഖദീജയെ കുറിച്ച് ഓർമ്മ വരുന്നത്. ഖദീജ നല്ല സ്ത്രീയാണ്, കുലീനയാണ്, സമ്പന്നയാണ്. ഖദീജ ബീവി ആണെങ്കിലോ നല്ല ഒരു വിശ്വസ്തനായ കച്ചവടക്കാരനെ കിട്ടാഞ്ഞിട്ട് വല്ലാത്ത വിഷമാണ്. ധാരാളം ലാഭം കിട്ടുന്നെങ്കിലും വഞ്ചന നടക്കുന്നു എന്ന് അറിയുമ്പോൾ അതൊരു വല്ലാത്ത വിഷമം തന്നെയാണ്. ഖദീജ ബീവി കാത്തിരിക്കുമ്പോഴാണ് അബൂ താലിബ് കയറി വരുന്നത്. വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ മുഹമ്മദിനെ നിങ്ങളെ കച്ചവട സംഘത്തിലൊന്ന് ചേർക്കോ? ഖദീജ ബീവി ചോദിച്ചു, അൽ അമീൻ അതിന് സമ്മതിക്കോ? അതാണ് എനിക്ക് അത്ഭുതം. അൽ അമീൻ അതിന് സമ്മതിക്കോ? ആ ചോദ്യത്തിന്റെ മുന്നിൽ അബൂ താലിബ് പറഞ്ഞു, ഞാൻ സമ്മതിപ്പിക്കാം, അവർക്കും ഒരു ജീവിതം വേണ്ടേ? അബൂ താലിബിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട സംഘത്തിന്റെ കൂടെ അഷ്റഫുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോവാൻ. ബിസിനസ്സുകാരായ ധാരാളം ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഹബീബിന്റെ മാതൃകയായതുകൊണ്ടാണ് ഏറ്റവും നല്ല ജോലികളിൽ ഒന്നായി ബിസിനസിനെ അള്ളാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തിയത്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മൈസ്രയും ഒത്തുള്ള ആ യാത്ര, ദീർഘമായ കച്ചവട സംഘം കടന്നു പോകുമ്പോൾ ദൂരേന്ന് ഖദീജയുടെ പരിചാരകൻ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഹബീബിനെ. ആ സ്വഭാവം, ആ നടത്തം, ആ ഇരുത്തം, അതൊന്നുമല്ല അത്ഭുതം. ആ യാത്രക്കിടയിൽ ഒരിടത്ത് തങ്ങിപ്പോയി. ആ തങ്ങിയ യാത്രാ സംഘത്തിന്റെ ഇടയിലേക്ക് ഒരു പാതിരി ഇറങ്ങി വരികയാണ്. വന്നിട്ട് ചോദിക്കുകയാണ്, ഈ ഇരിക്കുന്ന ആളാരാണ്? അത് അബ്ദുള്ളയുടെ മകനായ മുഹമ്മദാണ്. ഇദ്ദേഹത്തിന്റെ കുടുംബം, പശ്ചാത്തലം മുഴുവൻ ചോദിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, ആ മരത്തണലിൽ ഒരു പ്രവാചകനല്ലാതെ ഇതുവരെ ഇരുന്നിട്ടില്ലല്ലോ, അവസാനത്തെ പ്രവാചകനാകുമോ? ഇങ്ങനെ തുടങ്ങി ധാരാളം അത്ഭുതങ്ങൾ കണ്ട് തിരിച്ചു വരുമ്പോ ഖദീജയോട് ആ പരിചാരകന്റെ പ്രതികരണം, ഗംഭീര കച്ചവടം, എന്തോ അത്ഭുതകരമായ ലാഭം, നന്നായി കച്ചവടം ബോധ്യപ്പെടുത്തുന്നു. പക്ഷെ ഒരാളെയും വഞ്ചിക്കുന്നില്ല. കുറവുകൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബിസിനസ് നടത്തുന്നത്. എന്നിട്ടും ലാഭം കൂടിക്കൂടി വരുന്നു. മാത്രല്ല, യാത്രക്കിടയിൽ ഒരുപാട് അത്ഭുതം ഞാൻ കാണുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ ആഗ്രഹിച്ചു പോയി, എന്നും എനിക്ക് കച്ചവട സംഘത്തിന് നായകത്വമായി ഈ അൽ അമീനെ കിട്ടിയെങ്കിൽ അതിനവരൊരു ഉപാധി കണ്ടെത്തി. മക്കയിലെ ഏറ്റവും സമ്പന്നയായ എനിക്ക് കല്യാണം കഴിക്കാൻ കഴിയുമോ ഈ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അൽ അമീനെ? വല്ലാതെ മനസ്സിൽ ഒരു വല്ലാത്ത ആഗ്രഹം, തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായെങ്കിലോ എന്ന കൊതി. മാത്രമല്ല, ഒരു പ്രവാചകനാണെങ്കിൽ, ഒരു പ്രവാചകന്റെ ഭാര്യയായി കിട്ടിയെങ്കിൽ എന്നൊക്കെയുള്ള മോഹങ്ങൾ, ഇതൊക്കെ മനസ്സിൽ വെച്ച് ആ വിവാഹാന്വേഷണം നടക്കുകയാണ്. 25 വയസ്സുള്ള മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് വേണ്ടിയിരുന്നത് ഒരു ഉമ്മയായിരുന്നു. കൊച്ചുനാളിൽ മരണപ്പെട്ട ഉമ്മ, ബാപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത, സഹോദര സഹോദരിമാരില്ലാത്ത ഒറ്റപ്പെട്ട ആ ജീവിതത്തിന് ഒരു തലോടൽ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഖദീജയുടെ ആ വിവാഹാന്വേഷണം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തുകൊണ്ടും സ്വീകാര്യമായി. ആ വിവാഹം നടക്കുകയാണ്. വിവാഹ സദ്യക്ക് വന്നവരൊക്കെ പറഞ്ഞു, എന്തുകൊണ്ടും നല്ല മേന്മയിലാണ് നിങ്ങളുടെ സെലക്ഷൻ ഖദീജ റളിയല്ലാഹു അൻഹ.
പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഏറ്റവും ദരിദ്രനെയാണല്ലോ നിങ്ങൾ തെരഞ്ഞെടുത്തത്, ഒരു കേവലം അനാഥ ബാലനെ നിങ്ങൾക്ക് യോജിക്കാതെ പോയി. ഉടനെ ഖദീജ ബീവി പറഞ്ഞു, ഓ അതാണോ നിങ്ങളെ പ്രശ്നം? എന്റെ സമ്പത്ത് മുഴുവനും ഇതാ ഞാൻ എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങളുടെ ഖദീജ ഇന്ന് ദരിദ്രയാണ്, പകരം മുഹമ്മദ് മക്കയിലെ സമ്പന്നരുടെ പട്ടികയിലാണ്. ഈ പ്രഖ്യാപനം നടത്തുക മാത്രമല്ല, സകലതും നൽകി. അവസാനം വഫാത്താകുമ്പോൾ ഒന്നും ബാക്കി വെക്കാതെ ദരിദ്രയായി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ ഈ ലോകത്തോട് വിട പറയുന്നുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഖദീജ ബീവിക്ക് മക്കൾ ജനിക്കുന്നു, സന്തോഷം നിറഞ്ഞ ജീവിതങ്ങൾ കഴിഞ്ഞു പോകുന്നു. ആ ഇടക്ക് പരിശുദ്ധ കഅബയുടെ പുനരുദ്ധാരണം വരുന്നുണ്ട്. ഹബീബായ തങ്ങളുടെ മധ്യസ്ഥം മക്ക മുഴുവനും ഒരുപോലെ സ്വീകരിക്കുന്നുണ്ട്. 40ഓടടുത്തു ഹബീബായ തങ്ങളുടെ ചിന്തയിൽ വലിയ മാറ്റം വരികയാണ്. കാലുഷ്യം നിറഞ്ഞ ഈ മക്കയിൽ കൊല്ലുവെപ്പും മാത്രം നടക്കുന്നു. ഏത് കൈക്കൂക്കുള്ളവൻ എന്തു നെറികേടും ചെയ്യാൻ തയ്യാറാകുന്നു. ഒരു പെൺകുട്ടിക്കും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. വല്ലാത്തൊരു ദുരവസ്ഥയാണല്ലോ ലോകത്ത്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസമാധാനത്തിന് വേണ്ടി ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി. ഹിറാ പർവ്വതം ഹബീബിനെ കാണുമ്പോ സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അഹ്ലം വസഹ്ലം എന്ന് പറഞ്ഞു സ്വീകരിക്കുന്നതിന് മുമ്പ് 6 പർവ്വത ശിഖരങ്ങളിൽ ചെല്ലുന്നുണ്ട് ഹബീബ്. അവരിൽ നിന്നും ഹബീബിനെ സ്വീകരിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഹിറയിലേക്ക് എത്തുന്നത്. ഹിറാ പർവ്വതത്തിൽ ഹബീബായ തങ്ങൾ 6 മാസക്കാലം ഏകാന്തനായി കഅബ നോക്കി അല്ലാഹുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അപ്പോഴാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. അല്ലാഹുവിന്റെ ദിവ്യ സന്ദേശവുമായി വരുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആ ദൗത്യം ആരംഭിച്ചതോടെ മക്കയിൽ സർവാംഗീകൃതനായിരുന്ന എല്ലാവരാലും ആദരിക്കപ്പെട്ടിരുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സു പടഞ്ഞു. കാരണം നിലനിൽക്കുന്ന ലോക വ്യവസ്ഥിതിയാണ് മാറ്റേണ്ടത്. ഈ പ്രപഞ്ചത്തിൽ ഒരിടത്തും ഇല്ലാത്ത നിയമങ്ങളാണ് ലോകത്ത് കൊണ്ടുവരേണ്ടത്. ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും കയ്യൂക്കിന്റെ ഭാഷ സംസാരിക്കുമ്പോ, വിദേശത്തിന്റെ സ്വരമുയർത്തുമ്പോ, സുഖകരമായ ജീവിതത്തിന് സകലതിനെയും അടിച്ചു തകർക്കലാണ് മാർഗമെന്ന് ചിന്തിക്കുമ്പോ അരുതെന്ന് പറയാൻ ചില്ലറ ബുദ്ധിമുട്ടല്ല. തീർച്ചയായും വലിയൊരു വിപ്ലവം ഇതിന് ആവശ്യമുണ്ട്. ഞാൻ ഒറ്റക്കത് ചെയ്തു തീർക്കേണ്ടതുണ്ട്. സാധിക്കുമോ? പുതപ്പെട്ട് മൂടിക്കിടക്കുന്ന ഹബീബിനെ വിളിക്കുന്നു ഖുർആൻ. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ എന്ന് തുടങ്ങുന്ന ആഹ്വാനങ്ങളോടെ ഹബീബ് എണീറ്റു നിന്നു. ഖദീജ റളിയല്ലാഹു അൻഹ സമാധാനിപ്പിക്കാൻ വന്നതാ. ഖദീജ ബീവിയോട് പറഞ്ഞു, ഖദീജ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ മനസ്സ് വല്ലാതെ വ്യാകുലപ്പെടുന്നു. ആരാണ് എന്റെ വിളി കേൾക്കുക? ആരാണ് എന്നെ സ്വീകരിക്കുക? ഖദീജ ബീവി പറഞ്ഞു, ഞാൻ സ്വീകരിക്കും നബിയെ, ഞാൻ സ്വീകരിക്കും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നങ്ങ് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന് വല്ലാത്തൊരു സമാധാനായി. എന്റെ ഖദീജ ഇതിലും എന്റെ കൂടെ വന്നല്ലോ, വല്ലാത്തൊരു റാഹത്ത്. ദൂരേന്ന് അലി റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുന്നു. ആ വീട്ടിലാണ് അലി വളരുന്നത്. അബൂ താലിബിന്റെ ചെറിയ മോനാണ്. അലി പറഞ്ഞു, ഞാനും അത് സ്വീകരിക്കും ഹബീബ്. ആ ശബ്ദം കേട്ടപ്പോ ഹബീബിന് വല്ലാത്തൊരു റാഹത്ത്. ഭയമായെങ്കിലും ഉമ്മ ഐമൻ റളിയല്ലാഹു അൻഹ ആ വീട്ടിലുണ്ട്. അവരും പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ ഖൈറല്ലാതെ എന്തെങ്കിലും പറഞ്ഞോ? ഇത് മാത്രം ഷർറാകുന്നത് എങ്ങനെ? ഞാനും സ്വീകരിക്കുന്നു. ഹബീബായ തങ്ങൾക്ക് സന്തോഷായി. പിന്നെ ആ വീട്ടിൽ ഒരു ഹാരിസ് ഉണ്ട്, ചെറിയ കുട്ടിയാണ്, അടിമയായിരുന്ന കുട്ടിയാണ്. ഖദീജ ബീബി നൽകിയ അടിമയാ. നബി തങ്ങളത് മോദിപ്പിച്ചതാ. അവരും വിളിച്ചു പറഞ്ഞു, ഞാനും വിശ്വസിച്ചിരിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ വീട്ടിലെ മുഴുവൻ ആളുകളും മുസ്ലിമായി. ഇസ്ലാമിന്റെ തുടക്കം. ഇനി കാണേണ്ടത് അബൂബക്കറിനെയാണ്. ചെറിയ പ്രായത്തിലെ കളിക്കൂട്ടുകാർ, ഒരേ പ്രായം, ഒരേ രൂപം, ഒരേ ജീവിത രീതി, പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെയുള്ള ജീവിതം. ഹബീബായ തങ്ങൾ ചെന്നു. അബൂബക്കർ തങ്ങൾ ഒരു കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ സമീപിച്ചു, വിഷയങ്ങൾ അവതരിപ്പിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ആരൊക്കെ ഇപ്പൊ മുസ്ലിമായി? ഖദീജ ആയിട്ടുണ്ട്, അലി ആയിട്ടുണ്ട്, ഹാരിസ് ആയിട്ടുണ്ട്, സയ്യിദ് റളിയല്ലാഹു അൻഹു ആയിട്ടുണ്ട്, ഉമ്മു ഐമൻ ആയിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, നിങ്ങളെ വീട്ടുകാർ മുഴുവനായില്ലേ?
ഇനി നിങ്ങളുമായി ഏറ്റവും അടുപ്പമുള്ള, നിങ്ങളെ ഏറ്റവും അറിയുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ മുസ്ലിമാകുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഉമ്മുൽ ഖൈറിനെ സമീപിച്ചു. അവരും ഉറക്കെ പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഭാര്യയെ കണ്ടുമുട്ടി, അവരും മുസ്ലിമായി, അസ്മാ ബീവിയും മുസ്ലിമായി. അങ്ങനെ ഇസ്ലാം മെല്ലെ മെല്ലെ പച്ച പിടിച്ച് വരികയാണ്. ഹബീബായ തങ്ങളുടെ കൂടെ ദാറുൽ അർഖമിലെ 3 വർഷത്തെ ജീവിതം, ആ സംഭവ ബഹുലമായ 3 വർഷത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 40 മഹാന്മാർ കടന്നു വരുന്നു. ചരിത്രം വളരെ വിശദീകരിക്കേണ്ടതായതുകൊണ്ട് ഞാൻ അതിലേക്ക് കയറുന്നില്ല. ഇസ്ലാം വളരുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഖത്താബ് തങ്ങളെ വരവോടെ ഇസ്ലാം പരസ്യമായി. ധാരാളം ആക്രമണങ്ങൾ ഉണ്ടായി, പ്രതിരോധങ്ങൾ ഉണ്ടായി. പക്ഷെ ഇസ്ലാം വളർന്നു, പന്തലിച്ചു. ഇസ്ലാം ഉയർന്നു വന്നു. അബിശേനിയയിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. തിരിച്ചു വന്ന ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം പീഡനങ്ങൾക്ക് വിധേയമാക്കി അവസാനം മക്ക വിടേണ്ടി വന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനം, മദീനയിലെ ആദ്യത്തെ സംഘർഷഭരിതമായ ജീവിതത്തിന് സമാധാനം ലഭിച്ച ഒരു വർഷം. അല്പം കഴിഞ്ഞ് 2ാം വർഷത്തിലുള്ള ബദറിന് ശേഷം വന്ന ഉഹുദ്, ഖന്ദഖ്, ഹുദൈബിയ സന്ധി, പരിശുദ്ധമായ ഹജ്ജത്തുൽ വദാഇന് ശേഷമുള്ള ഹബീബിന്റെ പരിശുദ്ധമായ മക്കം ഫത്ഹിന് ശേഷമുള്ള വഫാത്ത്. ഇങ്ങനെ തുടങ്ങി ഹബീബായ തങ്ങളുടെ 23 വർഷത്തെ നീണ്ടുപോകുന്ന നബൂവത്തിന്റെ ശേഷമുള്ള ജീവിതം പഠന വിധേയമാക്കാൻ ഈ വിശുദ്ധമായ റബീഅ് നമുക്ക് കാരണമാകണമെന്ന് മാത്രമേ ഞാൻ ഈ സമയത്ത് പറയുന്നുള്ളൂ. നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട്, എന്തേ ഇസ്ലാം ഈ പ്രതികൂല സാഹചര്യത്തിലും വളർന്നത്? ലോകത്ത് മുഴുവനും എന്തേ ഇസ്ലാം എത്താൻ കാരണം? നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞു ക്യാപിറ്റലിസത്തെ കുറിച്ച്, അതുപോലെ തന്നെ മുതലാളിത്തത്തെ കുറിച്ച്, ഇവയെക്കുറിച്ചൊക്കെ പരാമർശിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ വേദി അതിന് പറ്റിയതല്ല. ഞാൻ ഒറ്റ വാക്കു പറയട്ടെ, നമുക്കൊരു ചരിത്രത്തിലേക്ക് പോകാം. അഷ്റഫുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ്, ഒരു തവണ വല്ലാത്ത സങ്കടത്തോടെ വരികയാ. എങ്ങോട്ടാ വരുന്നത്? ബീവി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക്. എന്തിനാ വരുന്നത്? വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് താങ്ങാൻ കഴിയാതെ വന്നപ്പോ വീട് വിട്ടിറങ്ങിയ പുന്നാരപ്പൂവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയുടെ ചാരത്ത് വന്നപ്പോ ഫാത്തിമ ബീവിയുടെ മുഖം വിവർണമായിട്ടുണ്ട്. ഫാത്തിമ ബീവി വല്ലാത്തൊരവസ്ഥയിലാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടപ്പോൾ ഫാത്തിമ ബീവി അങ്ങ് കരയാൻ തുടങ്ങി. നബി തങ്ങൾ ചോദിച്ചു, എന്തിനാ ഫാത്തിമ കരയുന്നത്? നബിയെ, 3 ദിവസമായി വീട്ടിൽ വെള്ളമില്ല, ഭക്ഷണമില്ല. എനിക്കും മാലിക്കത് ബോധ്യപ്പെടും. എന്റെ പ്രിയപ്പെട്ട ഹസൻ ഹുസൈൻ ചെറിയ കുട്ടികളല്ലേ, അവർക്ക് ഇതൊക്കെ മനസ്സിലാകാൻ പ്രായമായിട്ടുണ്ടോ നബിയെ? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുന്നാര മകള് കരയുമ്പോ അഷ്റഫുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പുറത്തിറങ്ങുക. തൊട്ടടുത്ത് കണ്ട ഒരു കർഷകന്റെ അടുത്തേക്ക് പോയി. ആരാന്നൊന്നും നോക്കിയില്ല. എനിക്കൊരു ജോലി തരുമോ? ഞാൻ ഇടയ്ക്ക് പറയാ, വിസിറ്റ് വിസക്ക് വന്നിട്ട് ഈ ദുബൈയിലൂടെ ഇങ്ങനെ അരഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു കാലം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നിങ്ങനെ വരുമ്പോ എൻ്റെ കൂടെ ഇരിക്കുന്ന യാത്രികൻ പറഞ്ഞു, 1.5 കൊല്ലം ഉസ്താദെ ഒരു ജോലി കിട്ടാൻ വേണ്ടി കയറി ഇറങ്ങിയത് എന്ന് അദ്ദേഹം സങ്കടത്തോടു കൂടി പറഞ്ഞു. ഇപ്പൊ പലപ്പോഴും ജോലിയൊക്കെ ഉണ്ടായി നല്ല പൊസിഷനിൽ നിൽക്കുമ്പോ ഇടയ്ക്ക് ജോലി നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. സങ്കടപ്പെടണ്ട. നിങ്ങളുടെ നേതാവ്, നമ്മുടെ നേതാവ് അഷ്റഫുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ നോക്ക്, എനിക്കൊരു ജോലി തരുമോ എന്ന് ചോദിച്ചിട്ട് ചെല്ലുന്ന ഒരു യഹൂദ സുഹൃത്തിന്റെ കയ്യിലേക്കാ. നേരെ ചെന്നപ്പോ അദ്ദേഹം ചോദിച്ചു, എന്ത് ജോലിയാ നിങ്ങൾക്ക് അറിയാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്ത് ജോലിയും ചെയ്യാം, ഓക്കെയാണ്. അങ്ങനെയാണ് നമ്മൾ മറുപടി പറയേണ്ടത്. എന്ത് ജോലിയും ചെയ്യാൻ ഞങ്ങൾ ഓക്കെയാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഈ ഈത്തപ്പന തോട്ടം മുഴുവനും നിങ്ങൾ നനക്കണം. അതിന് 24 ഈത്തപ്പഴം പകരം തരാം. ഓർക്കണേ, 24 ഈത്തപ്പഴം മദീനയിൽ കിട്ടുന്നതിന് പകരമായിട്ട് ഒരു വലിയ തോട്ടം മുഴുവനും വെള്ളം കോരി നിറക്കണമെന്ന് പറയുമ്പോ നബി തങ്ങൾ സമ്മതിക്കുക. അത്രയും വലിയ ദാരിദ്ര്യമാണ് അവിടെ. അല്ലാഹുവിന്റെ ഹബീബ് ആരാന്നറിയോ? ആരാണ് ആ ഹബീബ്? നന്ന നിൽപ്പിൽ ചന്ദ്രഗോളത്തെ തന്റെ കൈവിരൽ കൊണ്ട് 2 കഷ്ണമായി ഞങ്ങൾ 2 മലയുടെ 2 ഭാഗത്ത് ചന്ദ്രൻ നിൽക്കുന്നത് നേരിട്ട് കണ്ടു എന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തിയ ആ കാഴ്ച കണ്ട്
കേരളത്തിലെ ഭരണാധികാരിയായ ചേരമാൻ പെരുമാൾ അന്വേഷിച്ചു കണ്ടെത്തിയത് കൊണ്ടാ ഞാൻ നിങ്ങൾ മുസ്ലിമായത്. അത് നമ്മൾ മറന്നു പോകരുത്. അതേ ചന്ദ്രൻ എന്ന് പറയുന്ന ഭൂമിയെപ്പോലെയുള്ള ഒരു ഗോളത്തെ വീണ്ടും തന്റെ കൈവിരൽ കൊണ്ട് ഒരുമിപ്പിച്ചു നിർത്തിയ അത്ഭുതത്തിന്റെ പരിമളമായ ഹബീബ് റസൂലുള്ളാഹി ആകാശഭൂമികളുടെ ചാവി എന്റെ കയ്യിലാ, ഞാനാണത് നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബ് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ചെല്ലുന്നത്. എന്തേ കാരണം? മഹാന്മാരുടെ സ്വഭാവത. തങ്ങളുടെ താല്പര്യത്തിനല്ല അവരിതൊന്നും ഉപയോഗപ്പെടുത്തുക, തങ്ങളുടെ താല്പര്യത്തിനല്ല അവരുപയോഗപ്പെടുത്തുക, മറിച്ച് ഈ ഉമ്മത്തിന് വേണ്ടി, ഈ മതത്തിന് വേണ്ടി, ഈ ആശയത്തിന് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ യഹൂദ മനുഷ്യന്റെ ചാരത്തേക്ക് അങ്ങ് കടന്നു ചെന്ന് അതാ ബക്കറ്റ് വാങ്ങിയിട്ട് വെള്ളം കോരാൻ തുടങ്ങി. ഒന്നാമത്തെ ബക്കറ്റിൽ ഇങ്ങനെ കോരുമ്പോ തന്നെ അയാൾക്ക് ബോധ്യപ്പെട്ടു, ഈ ജോലി ഇവിടെ മുഴുവനമാകണമെങ്കിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം. അദ്ദേഹം ചെന്ന് 3 ഈത്തപ്പഴം കൊണ്ടുവന്നു. ആ ഈത്തപ്പഴം ഹബീബിന്റെ മുന്നിലങ്ങ് വെച്ചു. അല്ലാഹുവിന്റെ ഹബീബ് ഒരു ഈത്തപ്പഴം എടുത്ത് കഴിക്കുന്നു, വിശപ്പൊന്നടങ്ങുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമത് ബക്കറ്റ് കോരുകയാണ്, മൂന്നാമത് കോരുകയാണ്, 4ഉം 5ഉം 6ഉമായി 7ാമത്തെ ബക്കറ്റും കഴിഞ്ഞ് 8ാമത്തെ ബക്കറ്റ് അങ്ങ് കോരുമ്പോ പെട്ടെന്ന് കയർ പൊട്ടി താഴേക്ക് വീണു. അല്ലാഹുവിന്റെ ഹബീബ് ഒരു കുറ്റവാളിയെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഈ യഹൂദൻ ഓടി വന്നിട്ട് ഒന്നും ആലോചിക്കാതെ ഒരൊറ്റ അടിയ, നീ എന്റെ ബക്കറ്റ് കിണലേക്ക് വലിച്ചെറിഞ്ഞു അല്ലേ? സുബ്ഹാനല്ലാഹ്. ആ പരിശുദ്ധമായ മുഖം, വജ്ഹുകൽ വല്ലാഹി ഹുജ്ജതുനാ യൗമ യതിന്നാസു ബിൽ ഹുജജി. ആ മുഖത്ത് അല്ലാഹ് 5 വിരലുകൾ ഇങ്ങനെ പതിഞ്ഞു കിടക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബാരാ മറക്കണ്ട, അല്ലാഹുവിന്റെ ഹബീബാരാ മറക്കണ്ട. ഒരു ചെറിയ ചൂണ്ടുവിരൽ കൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മേഘകൂമ്പാരങ്ങളെ മദീനയിലെത്തിച്ച നേതാവ് അഷ്റഫുൽ വജൂദ് റസൂലുള്ളാഹ്. ആ നബി തങ്ങളെ മുഖത്ത് 5 വിരലുകൾ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുക. നബി തങ്ങൾക്ക് പ്രതികരിക്കാനുള്ള സകല കഴിവുണ്ടായിട്ടും പ്രതികരിച്ചില്ല. ഇതാണ് മതം, ഇതാണ് മതം. ഇത് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം, ഇത് ഉൾക്കൊള്ളാൻ നമുക്കാവണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അനുജത്തിമാരെ, ജ്യേഷ്ഠന്മാരെ, സ്നേഹത്തോട് ഞാൻ പറയുന്നത് പ്രസംഗിക്കാൻ എളുപ്പ, പ്രതികരിക്കാൻ കഴിവുണ്ടായിരിക്കെ പ്രതികരിക്കാതിരിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ ശക്തി എന്ന് മതം നമ്മോട് പറയുന്നു, ഹബീബായ നബി തങ്ങൾ നമ്മോട് പറയുന്നു. സുബ്ഹാനല്ലാഹ്. പുന്നാരപ്പൂവ് റസൂലുള്ളാഹി തങ്ങളൊന്നും മിണ്ടാതിരിക്കുമ്പോൾ ഇയാളിങ്ങനെ ചിന്തിച്ചു, സത്യത്തിൽ ഈ മനുഷ്യൻ ആരാ? ഇങ്ങനൊരു മനുഷ്യൻ മദീനയിലോ? ഒരു കാരണമില്ലാതെ ഒരു നിരപരാധിയാണല്ലോ അദ്ദേഹം. ഞാൻ കൊടുത്ത കയറ് പൊട്ടിയത് ഞാൻ ഇയാൾ എന്തിനാ അടിക്കേണ്ട കാര്യം? എന്നിട്ട് അയാൾ കാമാ പറയുന്നില്ലല്ലോ. ഇങ്ങനൊരു അത്ഭുത മനുഷ്യനോ? ഏതായിരുന്നാലും ഞാൻ ചെയ്ത തെറ്റായി പോയി. നേരെ പോയി 27 ഈത്തപ്പഴങ്ങ് കൊടുത്തപ്പോ സുബ്ഹാനല്ലാഹ്, ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ആ ഈത്തപ്പഴങ്ങനെ കയ്യിൽ വാങ്ങിയപ്പോ ആന്റെ ഹബീബിന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുക, വല്ലാതെ പ്രകാശിക്കുക. അന്ത സാകിനുഹു ലൈസ മുഹ്താജുൻ ഇലസ്സുറുജി. ആ പ്രകാശം അവ്വലു ഖൽഖില്ലാഹി നൂരി. ഈ ലോകത്തിലെ എല്ലാ പ്രകാശങ്ങളുടെയും ധാതു കേന്ദ്രമായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ മുഖം ഇങ്ങനെ പ്രകാശിക്കാൻ തുടങ്ങിയപ്പോൾ ഇയാൾ ഞെട്ടി. ഈ യഹൂദി ശരിക്കും ഞെട്ടി. ഞാൻ ഈ കാണുന്നത് എന്താ? ഇതുവരെ കണ്ട മനുഷ്യനല്ലല്ലോ ഇയാൾ. ഇയാളൊരു മനുഷ്യനല്ലേ? ഇയാളൊരു മനുഷ്യനല്ലേ? വല്ല പ്രത്യേക ജീവിയാണോ? എന്താ ഞാൻ ഈ കാണുന്നത്? ഇങ്ങനെ ആലോചിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ ചെറുപ്പാക്കപ്പെട്ട കയ്യാ കിണറിലേക്ക് അങ്ങ് താഴ്ത്തിയിട്ട് ഒരു ബോൾ എടുത്തെടുക്കുന്ന ലാഘവത്തിലെടുത്ത് ഇതാ പിടിച്ചോ നിന്റെ ബക്കറ്റ് എന്ന് പറഞ്ഞെറിഞ്ഞിട്ട് ഒറ്റ പോക്ക. അള്ളാഹുവിന്റെ ഹബീബ് നേരെ പോയി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹ വീട്ടിൽ പോയി മുട്ടി. ഫാത്തിമ ബീവി വാതിൽ തുറക്കുമ്പോ 24 ഈത്തപ്പഴേറ്റ് വരുന്ന ഉപ്പാപ്പാനെ കണ്ടപ്പോ
ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓടി വന്നു. രണ്ട് കാലിലും രണ്ടുപേരെ ഇരുത്തിയിട്ട് നബിത്തങ്ങൾ ഇങ്ങനെ ഈത്തപ്പഴം മുറിച്ച് രണ്ടുപേരെയും വായിലേക്ക് വെച്ചു കൊടുക്കുക. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ അതിങ്ങനെ കണ്ട് സന്തോഷിക്കുക. അപ്പോഴാണ് ഈ യഹൂദിയായ മനുഷ്യൻ ചിന്തിച്ചത്, പഠിച്ചോനെ, ഈ മദീനയിൽ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ധാരാളം പണ്ഡിതന്മാർ കാലങ്ങളായി ഇവിടെ കാത്തിരിക്കുന്നത് ഈ അവസാനത്തെ പ്രവാചകനെ കാത്താണല്ലോ. നാടും വീടും കുടുംബം ഒഴിവാക്കി അവരൊക്കെ മദീനയിൽ വന്ന് കൂടിയിട്ട് കാലം എത്രയായി? ഇദ്ദേഹം ആയിരിക്കും ആ പ്രവാചകൻ. ആണെങ്കിൽ ഒരു പ്രവാചകന്റെ മുഖത്തടിച്ച കയ്യുമായി നടന്നാൽ എന്നെ അള്ളാഹു വെറുതെ വിടുമോ? ഞാൻ ചെയ്ത എത്ര അപരാധമായി പോയി. അയാള് കത്തിയെടുത്ത് കൊണ്ടുവന്ന് ഒരൊറ്റ വെട്ട് അള്ളാഹുവിന്റെ ഹബീബിനെ കിട്ടിയ ആ കൈ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് കയ്യങ്ങ് വെട്ടിയപ്പോ ആ കൈപ്പത്തി അങ്ങ് തെറിച്ചു പോയി. അയാൾ ബോധരഹിതനായി വീണു. ഒരു കച്ചവട സംഘം ഓടി വരികയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ കൂടെ നിന്നിരുന്ന ആ മനുഷ്യനെ കണ്ടപ്പോ അവർ വെള്ളം മുഖത്ത് കൊടഞ്ഞു. ആ മനുഷ്യൻ കണ്ണു തുറന്നു, ഓടിച്ചെന്ന് തന്റെ കൈപ്പത്തി എടുത്ത് ഓടുകയാണ് മദീന പള്ളിയിലേക്ക്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കണ്ടപ്പോ ചോദിച്ചു, എവിടെയാ മുഹമ്മദ്? അദ്ദേഹം ചോദിച്ചു, നിനക്കെന്താണ് റസൂലുള്ളാഹിയെ കാണേണ്ട കാര്യം? മുഹമ്മദ് നബിയുടെ കൂടെ എനിക്ക് ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബിയുടെ വീട് കാണിച്ചു കൊടുത്തു. ആ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോ നേരെ കതകിൽ വിട്ടി മുളിക്കുക, വാ മുഹമ്മദാ, വാ മുഹമ്മദാ, വാ മുഹമ്മദാ. ഇതിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആരാ വന്നിരിക്കുന്നത്? ഫാത്തിമ ഒന്ന് പോയി നോക്കൂ. ഫാത്തിമ ബീവി കതകിന്റെ അടുത്തേക്ക് ചെന്നു. ഓടി വന്നിട്ട് പറഞ്ഞു, കാണാൻ വയ്യ, ഒരു മനുഷ്യന്റെ കൈ അടർന്നു പോയിട്ടുണ്ട്, രക്തം കളകളാ വീണുകൊണ്ടിരിക്കുക. അയാളെ കയ്യിൽ കിടന്ന കൈപ്പത്തി ജീവന് വേണ്ടി പെടയാ. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു ചാടി എണീറ്റു. അല്ലാഹുവിന്റെ റസൂൽ പുറത്തിറങ്ങി വന്നപ്പോ, സോറി ക്ഷമിക്കണേ മുഹമ്മദ്, പറ്റിപ്പോയി. തങ്ങൾ പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ കയ്യിനെന്ത് പറ്റിപ്പോയി? ഞാനൊരു പ്രവാചകന്റെ മുഖത്തടിച്ചു പോയല്ലോ. ഒരു പ്രവാചകന്റെ മുഖത്തടിച്ച കൈയുമായി നടക്കാൻ എനിക്ക് ധൈര്യമില്ലാഞ്ഞിട്ട് ഞാൻ മുറിച്ചു കളഞ്ഞതാന്ന് പറയുമ്പോ ഹബീബ് പറഞ്ഞു, എങ്കിൽ പറ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ യഹൂദി പറഞ്ഞു, ഇല്ല, അത് പറയണമെങ്കിൽ നിങ്ങൾ തന്നെയാണ് ആ പ്രവാചകൻ എന്ന് എനിക്ക് ഉറപ്പ് വരണം. ഈ കൈപ്പത്തി വെച്ചു തരൂ. അഷ്റഫുൽ വജൂദ് താഹ റസൂലുള്ളാഹി തങ്ങൾ ആ കൈപ്പത്തി വാങ്ങുകയാണ്. എന്നിട്ട് അല്പം തുപ്പുനീരെടുക്കുക, ആ കൈപ്പത്തിയിൽ അങ്ങ് വെച്ച് പിടിപ്പിക്കുക. ആ കൈ ഇങ്ങനെ വീശിയിട്ടയാൾ ഉറക്കെ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ചരിത്രം എത്ര സുന്ദരമായിട്ടാണ് ആ സംഭവം പറയുന്നത്. ഇത് പ്രസംഗിക്കാൻ താഹിറിന് കഴിയും. എനിക്കും നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയുമോ? ഈ ഒരു സൗഹൃദം, ഈ ഒരു സ്നേഹം, ഈ ഒരു വിട്ടുവീഴ്ച നമുക്ക് നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ കുടുംബങ്ങളോട്, നമ്മുടെ സമൂഹങ്ങളോട് നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇതാണ് ഈ നൂറ്റാണ്ട് നമ്മിൽ നിന്ന് തേടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കൊക്കെ അറിയാവുന്ന പ്രശസ്തമായ ഒരു കരാറാണല്ലോ ഹുദൈബിയ സന്ധി. ഞാനത് വിശദീകരിക്കുന്നില്ല. ഹുദൈബിയ സന്ധിയെക്കുറിച്ച് ഇന്നാ ഫത്ഹനാ ലക ഫത്ഹം മുബീന, വ്യക്തമായ ഒരു വിജയം അല്ലാഹു നൽകുന്നുവെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഹുദൈബിയ സന്ധി ആയി മാറുന്നത് എന്ന് ചരിത്രം നമ്മോട് വിശദീകരിക്കുന്നിടത്ത് ഒരു സംഭവം മാത്രം പറയാം. അന്നത്തെ സന്ധിയിലെ ഒരു തീരുമാനം, മക്കയിൽ നിന്ന് ആര് മുസ്ലിമായി മദീനയിൽ വന്നാലും മദീനയിൽ അവരെ താമസിപ്പിക്കാൻ പാടില്ല, അവരെങ്ങ് തിരിച്ചയക്കണം. എന്നാൽ മദീനയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം വിട്ടുകൊണ്ട് മക്കയിലേക്ക് വന്നാലോ അവരെ ഒരിക്കലും മദീനയിലേക്ക് തിരിച്ചയക്കൂല. 100% ഏകപക്ഷീയമായ തീരുമാനം. ആ തീരുമാനത്തിൽ ഹബീബ് ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഓടി വരുന്നുണ്ട് ഒരു സ്വഹാബി, സയ്യിദുനാ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഓടി വന്ന് നോക്കുമ്പോ ഈ കരാറിൽ അപ്പുറത്തിരിക്കുന്നത് ആരാണ്? തന്റെ പിതാവാണ്, തന്റെ വാപ്പയാണ്. വാപ്പ പറഞ്ഞു, അബൂ ജന്ദലിനെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വിടണം, തീർച്ചയായും നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു,
കരാറിൽ ഒപ്പ് വെച്ചിട്ടില്ലല്ലോ, വെക്കാൻ ഒരുങ്ങുന്നേല്ലേ ഉള്ളൂ. അതുകൊണ്ട് അബൂജഹൽ നിങ്ങോട്ട് തന്നോളൂ. പക്ഷേ അദ്ദേഹം വാശി പിടിച്ചു, എങ്കിൽ ഈ കരാറ് തന്നെ വേണ്ട മുഹമ്മദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് അബൂജഹലിന്റെ ചാരത്ത് എന്ന് പറഞ്ഞു, അബൂജഹൽ ഒന്ന് ക്ഷമിക്കി, ഒരല്പകാലം അള്ളാഹു വലിയ വിജയം നൽകും. വേച്ചു പോകുമ്പോ അബൂജഹൽ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എന്റെ കാലുകളിൽ ചങ്ങല നിങ്ങൾ കാണുന്നില്ല സ്വഹാബികളെ? ചാട്ടവാറിന്റെ അടിയേറ്റന്റെ ശരീരം മുഴുവനും വിടമായി കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ആ ശത്രുക്കളുടെ കയ്യിലേക്ക് എന്നെ തിരിച്ചേൽപ്പിക്കുന്നുവോ? കണ്ണു ചിമ്പി ഹബീബായ തങ്ങൾ കണ്ണുനീരൊലിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും മറുപടി പറഞ്ഞില്ല. അല്ലാഹുവിന്റെ ഹബീബും സഹാബികളും സങ്കടത്തോടെ തിരിച്ചുപോയി. അബൂജഹലിനെ അവർ കൊണ്ടുപോയി ഒരു റൂമിലിട്ട് പൂട്ടി. അതാ ഒരു കാവൽക്കാരനെ വെച്ചു. പക്ഷേ നമ്മോട് ചരിത്രം പറയുന്നത് അബൂജഹൽ എന്നും രാവിലെ ഭക്ഷണമായിട്ട് വരുമ്പോ കാവൽക്കാരനോട് അള്ളാന്റെ ഹബീബിന്റെ മഹത്വം പറയും, അള്ളാഹുവിന്റെ ദീനിന്റെ ബഹുമാനം പറയും. ആ ചെറുപ്പക്കാരൻ അത് കേട്ട് അവസാനം ആ കാവൽക്കാരൻ മുസ്ലിമായി. അബൂജഹൽ പറഞ്ഞു, പോരെ മോനെ, നീ മുസ്ലിമായതിൽ സന്തോഷമാണ്, നിന്റെ കൂട്ടുകാരെയും രക്ഷപ്പെടുത്തു. അങ്ങനെ അദ്ദേഹം അടുത്ത കൂട്ടുകാരനെ കൂട്ടി വന്നു. രണ്ടാമത്തെ ദിവസം വേറെ ആള് മുസ്ലിമായി, അയാൾ വീണ്ടും പുതിയ ആളെ കൂട്ടി വന്നു. അങ്ങനെ മക്കയിൽ ധാരാളം ആളുകൾ മുസ്ലിങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അബൂജഹലിനെ അവിടെ കെട്ടിപ്പൂട്ടി വെച്ചതിന്റെ ഫലമായി മക്കയിൽ ഇസ്ലാമിന്റെ പ്രചരണം ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നു. അവസാനം അതാ അബൂജഹൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പറയുന്നത്, അബ്ദുൽ ബസീർ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് മദീനയിലേക്ക് വന്നു. നബി തങ്ങൾ പറഞ്ഞു, കരാർ അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പാടില്ല, അതുകൊണ്ട് തിരിച്ചു പോകൂ. അദ്ദേഹം തിരിച്ചു പോവേണ്ടി വന്നു. ചങ്കടപ്പെട്ട് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, കരാറ് പാലിക്കുന്നതിൽ ഇത്രയും കണിശത കാണിക്കേണ്ടതുണ്ടോ നബിയെ? ഉണ്ട്, ഞാൻ അല്ലാഹുവിന്റെ മതത്തിന്റെ പ്രബോധകനാണ്. ഒരു കരാറ് ചെയ്താൽ, ഒരു അന്യനോടൊരു കാര്യം പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്. എന്റെ മതം എന്നെ നിർബന്ധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ തിരിച്ചു പോകുമ്പോൾ വഴിയോരത്ത് താമസിച്ചു. ആ വഴിയോരത്ത് അദ്ദേഹം താമസിക്കുന്നു എന്നറിഞ്ഞപ്പോ അബൂജഹലിന് പിന്നെ ആലോചിക്കാൻ കഴിഞ്ഞില്ല. ചങ്ങല പൊട്ടിച്ച് സഹകാരികളുടെ കൂടെ ധാരാളം ചെറുപ്പക്കാർ അതാ ആ പ്രദേശത്തേക്ക് ഒഴുകുകയാണ്. അവിടെ വെച്ച് അദ്ദേഹം അവിടെ കാത്തിരിക്കുമ്പോഴാണ് ഖുറൈശി കച്ചവട സംഘം പോകുന്നത്. അവരാക്രമിക്കുന്നു. കാരണം എന്തേ? മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളും ഖുറൈശികളും തമ്മിൽ കരാറുണ്ട്, 4 കൊല്ലത്തിന് യുദ്ധം പാടില്ലെന്ന്. പക്ഷെ ഞങ്ങൾക്കത് ബാധകമല്ല, ഞങ്ങൾ മക്കക്കാരുമല്ല മദീനക്കാരുമല്ലല്ലോ. അവിടെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോ അവസാനം ഖുറൈശികൾ തന്നെ തീരുമാനിക്കുകയാണ് ഈ കരാറ് പൊളിച്ചെഴുതണമെന്ന്. ചരിത്രം നമ്മോട് പറയുന്നത് ആ കരാർ അവര് തന്നെ വന്ന് പൊളിച്ചെഴുതുകയാണ്. ഞാനിവിടെ പറയുന്നത് കരാറ് പാലിക്കുന്ന വിഷയത്തിൽ പുതിയ തലമുറക്ക് എത്ര ശതമാനം വിജയിക്കാൻ സാധിക്കുന്നുണ്ട്? ഇവിടെ ബഹുമാന്യനായ നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞു, മനുഷ്യരാണ് ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് ഇസ്ലാം. വല്ലാത്തൊരു വാക്കാണത്, മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് ഇസ്ലാം ലോകത്ത്. പക്ഷേ ഈ കാണുന്ന ഈ അത്ഭുതങ്ങൾ മുഴുവനും കണ്ടെത്തുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന ദൗത്യമാണ് മതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ മാത്രമാണ് നമ്മൾ പരാജയപ്പെടുന്നത്. അതുകൊണ്ട് വിശുദ്ധ റബീഉൽ അവ്വലിൽ ഞാൻ പറയുന്നത്, മനുഷ്യനാവാൻ നമുക്ക് കഴിയണം. മൃഗീയത നമ്മിൽ നിന്നില്ലാതെ പോവണം. അതിനു പക്കമായി നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ നമ്മൾ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലോകത്തൊരു മനുഷ്യനും നൽകാൻ കഴിയാത്ത സ്നേഹം നമുക്ക് നൽകി ജീവിതത്തിലുടനീളം നമുക്ക് വേണ്ടി കട്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ അധ്വാനിച്ചത് നബി തങ്ങൾക്ക് വേണ്ടിയല്ല, അവിടുത്തെ കുടുംബത്തിന് വേണ്ടിയല്ല, എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. അതുകൊണ്ട് ആ സ്നേഹത്തിനു പകരം തിരിച്ചു നൽകാൻ നമുക്ക് കഴിയണം. അത് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടുണ്ട്, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടുണ്ട്, അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ടുണ്ട്, ഹബീബിനെ പ്രകീർത്തിച്ചുകൊണ്ടുണ്ട്. നിരന്തരമായി പുന്നാര നബി തങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം. നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നിങ്ങൾക്കറിയോ എന്താണ് സ്നേഹമെന്ന് പറയുന്നത്? എന്താണ് സ്നേഹമെന്ന് പറയുന്നത്? അർ-റസൂലു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തം ശരീരത്തെക്കാളും മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നത് അഷ്റഫുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങളാണ്. എന്തേ കാരണം?
അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ സ്നേഹിച്ചതുപോലെ, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതുപോലെ നമ്മുടെ ഉമ്മ നമ്മളെ സ്നേഹിച്ചിട്ടില്ല, വാപ്പ നമ്മളെ സ്നേഹിച്ചിട്ടില്ല. പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തൊരാൾക്കും നമുക്ക് നൽകാൻ കഴിയാത്ത സ്നേഹം നൽകി നമ്മുടെ കൂടെ നിന്ന നേതാവാണ്. അതുകൊണ്ടാണ് നബി തങ്ങളെ അങ്ങോട്ട് മഹബത്ത് വെക്കണമെന്ന് ഖുർആൻ പറയുന്നത്. ആ ഖുർആൻ ജീവിതത്തിൽ പൂർണ്ണമായും ഉൾക്കൊണ്ട് ഹബീബിനെ സ്നേഹിച്ച നേതാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ കൂടെയാണ് നമ്മൾ മഹ്ശറയിൽ വന്ന് നിൽക്കുക. അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ കടന്നു വരുന്നൊരു നേതാവുണ്ട്. അഷ്റഫുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നബിത്തങ്ങൾ ഇരിക്കുന്ന മജ്ലിസിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. വന്നുകൊണ്ട് പറയുന്നു, നബിയേ, എനിക്ക് ബദറിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല. ഉഹദിലെങ്കിലും എനിക്ക് കഷ്ണം കഷ്ണമായി ഷഹീദാവണം. അങ്ങൊന്ന് സമ്മതിക്കുമോ? അല്ലാഹുവിന്റെ ഹബീബ ചെറുപ്പക്കാരൻ എങ്ങനെ നോക്കി. ഒരു കാലിന് മുടന്താട്, ആ മുടന്തുള്ള കാല് വെച്ചിട്ട് എങ്ങനെ യുദ്ധം ചെയ്യാനാ? നബി തങ്ങൾ പറഞ്ഞു, മോനെ, നിനക്ക് കാലിന് രോഗമാണ്, നിങ്ങൾ യുദ്ധത്തിന് വരേണ്ടതില്ല. ആ സ്വഹാബി സങ്കടത്തോടു കൂടി തിരിച്ചു പോവുകയാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്യാനുള്ള സമ്മതം ലഭിക്കാത്ത സങ്കടത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സ്വഹാബി മദീനയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ കേൾക്കുന്നത്, സുബ്ഹാനല്ലാഹ്, ബദറിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ മക്കയിലെ പ്രമുഖരായ പലരെയും തകർത്തു കളഞ്ഞിട്ടുണ്ട്. അതിന് പകരമായി അഷ്റഫുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങളെ കൊന്നു കളയാനാണ് ശത്രുക്കളുടെ തീരുമാനമെന്ന് കേൾക്കുമ്പോ മഹാനായ അംറുൽ ജമൂഹ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാ, നബി തങ്ങളില്ലാത്ത മദീനയോ, നബി തങ്ങളില്ലാത്ത മദീന എനിക്കത് താങ്ങാൻ കഴിയില്ലല്ലോ. ബഹുമാനപ്പെട്ട അംറുൽ ജമൂഹ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു ഭാര്യ ഹിന്ദിനെ വിളിച്ചു പറയുന്നു, മോളെ, ഞാനിതാ മദീന പട്ടണത്തിൽ നിന്ന് ചില കാര്യങ്ങൾ കേട്ടുപോയി. അതെങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ല. അതുകൊണ്ട് എനിക്ക് ഷഹീദാവണം, എനിക്ക് ഷഹീദാവണം, എനിക്ക് ഷഹീദാവണമെന്ന് പറഞ്ഞ് അംറുൽ ജമൂഹ് തങ്ങൾ കരയുമ്പോ 3 മക്കളുണ്ട് ബഹുമാനപ്പെട്ടവർക്ക്, അസ്വദ്, സവാദ്, ഖല്ലാദ് റളിയല്ലാഹു അൻഹും. 3 പേരും വന്നിട്ട് പറയുന്നു, വാപ്പാ, കാലില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്? അത് വലിയ പ്രയാസം വരുത്തുമല്ലോ. അതുകൊണ്ട് വാപ്പ വരേണ്ടതില്ല, വാപ്പ വരാൻ പാടില്ലെന്ന് പറയുമ്പോ അംറുൽ ജമൂഹ റളിയല്ലാഹു അൻഹു ഓടുകയാണ് ഇലാ ഹളറത്തി റസൂലില്ലാഹി. നബി തങ്ങളെ മുന്നിലേക്ക് അങ്ങ് ചെന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്ന, നബിയേ, ഞാനിതാ മദീനയിൽ നിന്ന് ചില കാര്യങ്ങൾ കേട്ടുപോയി. അതെങ്ങാനും സംഭവിച്ചാൽ എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ല. അതുകൊണ്ട് എനിക്ക് ഷഹീദാവണം, അങ്ങ് സമ്മതം തരണമെന്ന് പറയുമ്പോ അസ്വദ്, സവാദ്, ഖല്ലാദ് റളിയല്ലാഹു അൻഹും ഓടി വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ബാപ്പാക്ക് സമ്മതം നൽകല്ല നബിയേ, ബാപ്പാക്ക് സമ്മതം നൽകല്ല. ബാപ്പാക്ക് കാലിന് രോഗമാണ്. ആ കാലില്ലാത്ത വാപ്പ വന്നാൽ ഞങ്ങൾക്കത് വലിയ പ്രയാസമാണ്. നബി തങ്ങൾ ആ സമയത്ത് ബഹുമാനപ്പെട്ട അമൃതങ്ങളെ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോ അമൃതങ്ങൾ ഒരു കരച്ചിലാണ്. കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, 3 മക്കൾക്ക് ജന്മം നൽകി അവരെ പോറ്റി വലുതാക്കിയത് ഞാൻ ചെയ്ത അബദ്ധമായി പോയോ? ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, മക്കളെ, നിങ്ങളെ വാപ്പ ഉഹദിൽ കഷ്ണം കഷ്ണമായി ഷഹീദായി സ്വർഗലോകത്ത് പാറിക്കളിക്കുന്നത് കാണാൻ നിങ്ങൾ കൊതിക്കുന്നില്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ തക്ബീർ വിളിക്കുകയാണ്. മരിക്കാനുള്ള സമ്മതം ലഭിച്ച സന്തോഷം കൊണ്ടാണ് തക്ബീർ വിളിക്കുന്നത്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദാകാനുള്ള സമ്മതം ലഭിച്ച സന്തോഷം കൊണ്ട് തക്ബീർ വിളിച്ച് അംറുൽ ജമൂഹ റളിയല്ലാഹു അൻഹു മക്കളും ഉമ്മാന്റെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് നബി തങ്ങൾ സമ്മതിച്ചു പോയി. നബി തങ്ങൾ സമ്മതിച്ചു പോയെന്ന് പറയുമ്പോ ഹിന്ദ് റളിയല്ലാഹു അൻഹ പറയുന്നൊരു മറുപടിയുണ്ട്,
മക്കളെ, നിങ്ങൾ ഉഹദിലേക്ക് ചെന്നാൽ കാലില്ലാത്ത നിങ്ങളെ വാപ്പ വെട്ടേറ്റ് പടയുന്നത് നിങ്ങൾ കാണും, കുത്തേറ്റ് വീഴുന്നത് നിങ്ങൾ കാണും. ആ സമയത്ത് നിങ്ങൾ വാപ്പാനെ ശ്രദ്ധിച്ചുകൊണ്ട് അഷ്റഫുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ എങ്ങാനും നിങ്ങൾ മറന്നു പോയാൽ വല്ലാഹി 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 ഈ ഉമ്മ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരില്ല കേട്ടോ. ഭർത്താവിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അർ-റസൂലു ഔലാ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഭർത്താവിനേക്കാൾ വലുത് അല്ലാഹുവിന്റെ ഹബീബല്ലേ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും ഉഹദിൽ ശക്തമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഅ്മിനീങ്ങൾ വിജയിക്കുകയാണ്. പെട്ടെന്ന് ശത്രുക്കളുടെ ഭാഗത്തു നിന്നൊരു പ്രഖ്യാപനം വരുന്നു, ഖുതില മുഹമ്മദുൻ, നബി തങ്ങൾ കൊല്ലപ്പെട്ടു പോയി. ഇത് താങ്ങാൻ സ്വഹാബികൾക്ക് കരുത്തില്ലല്ലോ. ഒരുപാട് സ്വഹാബികൾ എങ്ങോട്ടെന്നില്ലാതെ ഭ്രാന്തമായി ഓടുകയാണ്. ഈ ഒരുപാട് സ്വഹാബികൾ അതാ ബോധം കെട്ട് വീടുകയാണ്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന അഷ്റഫുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെട്ടിക്കൊല്ലാൻ ഊരിപ്പിടിച്ച വാളുമായി ശത്രുക്കൾ ഇങ്ങനെ കടന്നു വരുമ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സുബ്ഹാനല്ലാഹ്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുന്ന സമയത്ത്, ഹബീബായ തങ്ങൾ നിൽക്കുമ്പോ അതാ പെട്ടെന്ന് ഊരിപ്പിടിച്ച വാളുമായി ശത്രുക്കളെ ഹബീബിനെ വെട്ടിക്കൊല്ലാൻ നിൽക്കുമ്പോ അംർ ദൂരെ എന്ന് കാണുന്നു, ഓടി വരുന്നു. പുന്നാര നബി തങ്ങളെ ചുറ്റുഭാഗത്തും ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുകയാണ്. കാലില്ലാത്ത അംറിന് തിരിയാനാവുന്നില്ല, മറിയാനാവുന്നില്ല. ഹബീബിനെ അങ്ങ് കൂട്ടിപ്പിടിക്കുമ്പോ ഷറഫാക്കപ്പെട്ട ശരീരത്തിലിട്ട് അംറുൽ ജമാഹ് റളിയല്ലാഹു അൻഹുവിനെ 6 കഷ്ണങ്ങളായി മുറിക്കുമ്പോൾ വിളിച്ചു പറയുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഹബീബ് വഫാത്തായിട്ടില്ല. സ്വഹാബികൾ ഓടി വരുന്നു. ശക്തമായ യുദ്ധം നടക്കുന്നു. മുഅ്മിനീകളെ വിജയിച്ചു. പക്ഷേ ഹബീബായ തങ്ങളെ വെട്ടിത്തടത്തിന് വെട്ടുകൊണ്ടുപോയി. കണ്ണിലൂടെ രക്തമൊഴുകുകയാണ്. പല്ലിന് വെട്ടേറ്റ് രക്തം കളകളാ വീടുകൊണ്ടിരിക്കുകയാണ്. കൈയിനേറ്റ വട്ടിൽ നിന്ന് കളകളാ രക്തം വീണുകൊണ്ടിരിക്കുകയാണ്. ഇൻ അന്തി ഇല്ലാ ഇസ്ബഉൻ ദബീതി ഫീ സബീലില്ലാഹി മലഖീതി. കയ്യേ, നിനക്കൊന്ന് സമാധാനിച്ചുകൂടെ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലേ നീ വെട്ടേറ്റിരിക്കുന്നതെന്ന് പറഞ്ഞ് കയ്യിനെ സമാശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നബി തങ്ങളെ മുന്നിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, യാ റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട 3 മക്കൾ ഷഹീദായി പോയി. എന്റെ ഏക സഹോദരൻ ഷഹീദായി. എന്റെ പ്രിയപ്പെട്ട പേണേശൻ അംർ റളിയല്ലാഹു അൻഹു 6 കഷ്ണമായി കിടക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഇന്നി സ്വാബിറ, ഞാനത് ക്ഷമിച്ചിരിക്കുന്നു, ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ അങ്ങയുടെ കണ്ണിലൂടെ രക്തമൊഴുകുന്നല്ല നബിയേ, അങ്ങയുടെ പല്ലിലൂടെ രക്തമൊഴുകുന്നല്ല നബിയേ, അങ്ങയുടെ കയ്യിലൂടെ രക്തമൊഴുകുന്നല്ല നബിയേ, അത് താങ്ങാൻ എനിക്ക് കരുത്തില്ല എന്ന് പറഞ്ഞ് കരയുന്ന അംറുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു അൻഹയുടെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കേണ്ടവരാണ് നമ്മളെന്ന ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി സമയം വൈകി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ വിജയിപ്പിച്ചു തരുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കും എന്ന യഖീനോടുകൂടി നല്ല മനസാന്നിധ്യത്തിൽ ആമീൻ പറഞ്ഞാൽ അല്ലാഹു അത് സ്വീകരിക്കും. ഞാനിന്ന് രാവിലെ സുബഹിക്ക് മദ്രസയിൽ വെച്ച് ദുആ ചെയ്തപ്പോൾ ഒരു 4.5 പവൻ സ്വർണം നഷ്ടപ്പെട്ട ഒരാളുടെ കാര്യം പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്തിരുന്നു. 1 മാസത്തിലേറെയായി കാണാതെ പോയ ആ സ്വർണം കിട്ടിയെന്ന് ഇന്ന് മഗ്‌രിബിൻ്റെ ശേഷം അവർ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അല്ലാഹു നമ്മളെ ദുആ സ്വീകരിക്കും എന്നതിനാണ് ഞാനത് പറയുന്നത്.
ഇന്നത്തെ ദിവസം ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ്. ഈ സദസ്സ് പുന്നാര നബി തങ്ങളുടെ മൗലിദ് അറബിയിൽ നമ്മൾ ഓതുന്നത് അങ്ങനെ തന്നെ മലയാളത്തിൽ പറഞ്ഞതാണ്. ഞാൻ കൂടുതലായി എൻ്റെ വക പ്രത്യേക ഇൽമൊന്നും പറഞ്ഞതല്ല. നമ്മൾ മങ്കൂസ് മൗലിദിൽ ഓതുന്നത് തന്നെ ഞാൻ അത് മലയാളത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ സദസ്സ് ഇജാബത്തിൻ്റെ സദസ്സാണ് എന്ന യഖീനോടുകൂടി അന ഇന്ദലൊന്നി അബദി, എൻ്റെ അടിമ എന്നെ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതനുസരിച്ചാണ് കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കുക. ആ ഒരു യഖീനോടുകൂടി നിൽക്കുക. നമ്മുടെ പ്രിയപ്പെട്ട നാസർ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ വാപ്പാൻ്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഞാനായിട്ട് വലിയ ബന്ധമുള്ള, വലിയ അടുപ്പമുള്ള, മരണം വരെ വലിയ സ്നേഹമുള്ള ഒരു നല്ല സഹോദരനായിരുന്നു. അള്ളാഹു ആ കുടുംബത്തിൽ മുഴുവനും ബർക്കത്ത് ചെയ്യട്ടെ. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വാപ്പാൻ്റെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ജ്യേഷ്ഠന്മാർ, അതുപോലെ തന്നെ സഹോദരിമാരെല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ധാരാളം ആളുകൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. ഇന്നും ഒരു 15 ലക്ഷം രൂപ നഷ്ടപ്പെട്ട ഒരാൾ സങ്കടപ്പെട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇല്ലാത്തവരൊക്കെ വിളിച്ചു പറയാനുള്ള കാരണം, സാധുവായ എൻ്റെ വാപ്പ തമിഴ്നാട്ടിലെ ഖാദിരി ത്വരീഖത്തിൻ്റെ അറിയപ്പെട്ട ഒരു ഷെയ്ഖായിരുന്നു. അതുകൊണ്ട് വാപ്പയിലൂടെ ഒരുപാട് ഖൈറുകൾ മുഅ്മിനീങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഉമ്മ വാപ്പാൻ്റെ മുരീദായി ജീവിച്ചതുകൊണ്ട് ഉമ്മയുടെ മക്കാമിൽ വരുന്ന ആളുകൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു പരിഹരിക്കാറുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കിട്ടാനുള്ളതൊക്കെ വിളിച്ചു പറയണത്. ഞാനിങ്ങനെ പറയുന്നത് ഇയാളെങ്ങനെ കിട്ടാനുള്ളതിൻ്റെ കണക്കിങ്ങനെ പറയുമ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് മുപ്പർക്ക് ഇതൊരു ജോലിയാണെന്ന് തോന്നരുത് എന്ന് കരുതിയിട്ടാണ്. അള്ളാഹു റബ്ബുൽ അസ്സത്തായ തമ്പുരാൻ എല്ലാം റാഹത്താക്കി തരട്ടെ. അപ്പോൾ നല്ല ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ബാപ്പ വലിയ നല്ല ആലിമാണ്, മുദരിസായിരിക്കുകയാണ് മരണപ്പെട്ടത്. ബഹുമാനപ്പെട്ട താഹിറുൽ അഹദൽ തങ്ങൾ, തിർപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ, അങ്ങനെ തുടങ്ങി വലിയ വലിയ ആലിമീങ്ങളുടെ ഉസ്താദും ഷെയ്ഖുമൊക്കെയാണ്. തമിഴ്നാട്ടിലെ എല്ലാ ആലിമീങ്ങളെയും ഉസ്താദാണ് വാപ്പ, എല്ലാവരുടെയും ഷെയ്ഖുമാണ്. അപ്പോൾ അവരുടെ പേരിൽ ബഷീരിയ ദർസ് എന്ന പേരിൽ ഒരു ചെറിയ ദർസാണ് സാധുവായി ഞാൻ നടത്തുന്നത്. അതിൻ്റെ പള്ളിയുടെ പണി ആരംഭിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അള്ളാഹു അത് പൂർത്തിയാക്കി തരുമാറാവട്ടെ. നല്ലോണം ദ്വായിരിക്കണം, അതെന്നെ പറയാനുള്ളത്. എൻ്റെ ജ്യേഷ്ഠൻ ഒരു ചെറിയ അസുഖമായിട്ട് മെഡിക്കൽ കോളേജിലുണ്ട്. അള്ളാഹു എളുപ്പമാക്കട്ടെ, ശിഫയാക്കട്ടെ. നിങ്ങളിൽ ഓരോരുത്തരുമുള്ള രോഗങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഇന്ന് ഉച്ചക്കും അതുപോലെ തന്നെ രാവിലെയൊക്കെ ആയി ധാരാളം ആളുകൾ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞവരുണ്ട്. ഈ സദസ്സിൽ ഓരോരുത്തരുടെയും ആവശ്യമുണ്ട്, എല്ലാം അള്ളാഹു പരിഹരിക്കണം. 3 വരി മങ്കൂസ് മൗലിദ്. കുണ്ടൂർ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, കൽബ് നന്നാകാൻ എന്താണ് ഒരു മാർഗം? നമ്മൾ പ്രശ്നപ്പതാണ്, നന്നാണെന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്, കഴിയണില്ല. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചപ്പോൾ മങ്കൂസ് മൗലിദ് ഓതിക്കോന്നാണ് പറഞ്ഞു. അതുകൊണ്ടൊരു 3 വരി കുണ്ടൂർ ഉസ്താദിൻ്റെ ഇജാസത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ ചെല്ലാണ്. 3 വരി മാത്രം. സ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഉൽ അബ്തഹി والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي أنت أم أم أبو ما رأينا فيهما مثل حسنك قد يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ റഹ്മാനെ.
ധാരാളം ആലിമീങ്ങളും സാലിഹീങ്ങളുമുള്ള ഈ മജ്ലിസിൽ ധാരാളം മഹത്വം പറഞ്ഞ ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ കൈയുയർത്തുന്നു. നീ ഞങ്ങളെ ഖായിബാക്കല്ല അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിൻ്റെ പേരിൽ ഞങ്ങൾക്ക് നീ നരകം നൽകല്ല റഹ്മാനെ. ദീനിന് പ്രവർത്തിച്ച് നരകത്തിൽ കടക്കേണ്ട ദുർഗതിയിലേക്ക് ഞങ്ങൾ എത്തിക്കല്ല റഹ്മാനെ. ഇഖ്ലാസില്ലാത്തൊരു അമലും ഞങ്ങളിൽ നിന്നുണ്ടാക്കല്ല അല്ലാ. അബ്ബേ, ഈ മജ്ലിസിൻ്റെ പ്രതിഫലത്തെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർബാറിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അബൂനാ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം, സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം, സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം, സയ്യിദുനാ മൂസ അലൈഹിസ്സലാം, സയ്യിദുനാ ഈസ അലൈഹിസ്സലാം, അബുൽ അബ്ബാസ് ബല്യബ്നു മൽക്കാൻ ഖളർ അലൈഹിസ്സലാം അടക്കം എല്ലാ അംബിയാ അലൈഹിമുസ്സലാത്തു വസ്സലാമിലേക്കും എത്തിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, അശറത്തുൽ മുബശ്ശർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹാ ഖിയാം വരെയുള്ള അഹ്ലു ബൈത്ത് അഹ്ലു ബഖീഅ മഅലയിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ബദരീങ്ങൾ ഉഹദീങ്ങൾ മുഴുവൻ ശുഹദാക്കളിലേക്കും സഹാബ റളിയല്ലാഹു അൻഹുമിലേക്കും താബുകൾ അഇമ്മത്ത് മുജ്തഹിദ് ഉലമാ മുസന്നിഫ് ഫുഖഹായിലേക്ക് എത്തിക്കണേ റഹ്മാനെ. മുഴുവൻ അഖ്താബ് അയ്യാത്ത് റിജാൽ ഇബ് കുല്ലിലേക്കും എത്തിക്കണേ റഹ്മാനെ. ഖാജ തങ്ങളിലേക്ക്, സയ്യിദ് മുഹമ്മദ് ഖാസിം തങ്ങളിലേക്ക് വരെ മശായിഖന്മാർ ഖുലഫായിലേക്ക് എത്തിക്കണേ അല്ലാ. ആലുമായി പാപ്പമാർ, കരങ്ങപ്പാർ ഉസ്താദ്, മടവൂർ പാപ്പ, ചാപ്പനങ്ങാടി പാപ്പമാർ, കുണ്ടൂർ ഉസ്താദ്, വെയിലത്തൂർ പാപ്പ, തിർപ്പഞ്ച് ഉസ്താദിലേക്ക് എത്തിക്കണേ അല്ലാ. ഷംസുൽ ഉലമയിലേക്കും താജുൽ ഉലമയിലേക്കും ഖുറാത്തങ്ങൾ പാപ്പയിലേക്കും ചിത്താരി ഉസ്താദിലേക്കും എം.എ. ഉസ്താദിലേക്കും എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കളിലേക്കും മശായിഖന്മാരിലേക്കും എത്തിക്കണേ റബ്ബേ. ബഹുമാനപ്പെട്ട ഫൽഫരി ഉലമാ കുല്ലിലേക്കും ഉസ്താദുൽ അസാത്തിദിലേക്കും എത്തിക്കണേ റഹ്മാനെ. അവരെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. അവരെ ബഹുമാനം കൊണ്ട് ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. അടുത്ത ഒരു മജ്ലിസിന് പരിശുദ്ധ റബീഉൽ അവ്വലിൽ ഞങ്ങൾ ഹയാത്തിലുണ്ടോ ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവേ, ഞങ്ങൾ അവസാനത്തെ റബീഉൽ അവ്വലാക്കല്ല റഹ്മാൻ. അവസാനത്തെ റബീഉൽ അവ്വലാക്കല്ല റഹ്മാൻ. ഒരുപാട് റബീഹുകളെ വരവേൽക്കാൻ ദീർഘായുസ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ മാസത്തെ ഹക്കായ രൂപത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന കൂട്ടരിൽ ഞങ്ങൾ നീ ചേർത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ പൊറുക്കണേ റഹ്മാനെ. ദുനിയാവിൽ ദോഷങ്ങളെക്കാൾ ഞങ്ങളെ അലട്ടുന്ന മറ്റൊന്നുമില്ല റബ്ബേ. എല്ലാം നീ ചോദിച്ചത് തന്നിട്ടുണ്ട് റഹ്മാനെ. ദോഷികളിലായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ. ദോഷങ്ങൾ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാൻ. നിനക്കല്ലാതെ കഴിവില്ല. ഞങ്ങളെ കണ്ണും കാതും കൽബും നീ ദോഷങ്ങളെ കൊണ്ട് നിറക്കല്ല റബ്ബേ. ഞങ്ങളെല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളെല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. അർഹമുർ-റാഹിമായ റബ്ബേ, ഞങ്ങളെല്ലാ ദോഷങ്ങളെ തൊട്ടും ഞങ്ങളെല്ലാവരെയും കാക്കണേ റഹ്മാനെ. എല്ലാ ദോഷങ്ങളെ തൊട്ടും എല്ലാവരെയും കാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ റഹ്മാനെ. മക്കളെ നൽകണേ റബ്ബേ. ജോലി നൽകണേ റബ്ബേ. ഹലാലായ ഇണകളെ നൽകണേ റബ്ബേ. സുഖപ്രസവം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവർക്കും പ്രത്യേകമായി നിൻ്റെ ഔദാര്യം നിറച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായി ഞങ്ങൾ നിന്നോടല്ലാതെ മറ്റൊരാളോട് ചോദിക്കാനില്ല. എത്രയോ ആളുകൾ വീട്ടിലുമ്മാൻ്റെ മക്കാമിൽ വന്ന് സങ്കടം പറഞ്ഞു പോയവരുണ്ട്. ഓരോരുത്തരുടെയും കൽബിലെ മുറാദ് നീ അറിയുന്നവരാണ്. ഓരോരുത്തരുടെയും പ്രയാസം നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. റബ്ബേ, എത്രയോ വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ. എത്രയോ മക്കളെ ഞങ്ങൾ ചോദിച്ചിട്ട് നീ തന്നിട്ടുണ്ടല്ലോ റഹ്മാനെ. ചോദിക്കുന്ന തെമ്മാടികളാണെങ്കിലും ഞങ്ങൾ മഹാന്മാരെ സ്നേഹിക്കുന്നവരാണ്. ഇവിടെ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മഹത്വം പറഞ്ഞ മജ്ലിസാണ് റഹ്മാനായ റബ്ബേ. മക്കളെ കൊടുക്കണേ റഹ്മാനെ. മക്കളെ നന്നാക്കണേ റഹ്മാനെ. പഠിച്ചവനെ, എത്രയോ കുട്ടികൾ വീട്ടുകാർക്കും കുടുംബക്കാർക്കും അപമാനമായി
ഉസ്താദേ ഒന്ന് മരിച്ചു കിട്ടോ എന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളെ ഭാര്യമാരെ കാക്കണേ അല്ലാ, ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേ റബ്ബേ. ഒരു ബലായിലും പെടുത്തല്ല റഹ്മാനെ. എത്രയോ ആളുകൾ ജോലിയില്ലാതെ വിഷമിക്കുന്നു. ഹൈറായ ജോലി നൽകി റബ്ബേ. കച്ചവടങ്ങളിൽ ബർക്കത്തെയ്യ് റബ്ബേ. അല്ലാഹുവേ നീ നൽകിയതിലൊക്കെ ബർക്കത്തെയ്യ് റബ്ബേ. സ്വന്തം കുടുംബവും മക്കളും അന്യനാട്ടിലാണ് റഹ്മാനെ, കഷ്ടപ്പെടുകയാണ് ഇവിടെ. ഇതിൻ്റെ ഇടക്കാണ് ഞങ്ങളെ കുട്ടികൾ ഇവിടെ ഇതുപോലെ ഒരുമിച്ച് കൂടിയത്. അതിനവസരമൊരുക്കിയ ICF-ൻ്റെ പ്രവർത്തകന്മാർ, അല്ലാഹുവേ RSCയുടെ കൂട്ടുകാർ, രാവും പകലും നാട്ടിൽ അധ്വാനിച്ച് വന്നവരാണ്. ഇവിടെയും വിഷമിക്കാതെ പണിയെടുക്കുന്നത് നീ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കി തരുന്നതിന് വേണ്ടി ഇതിൻ്റെ തുടക്കത്തിൽ അധ്വാനിച്ച ധാരാളം സ്വാലിഹീങ്ങളും ആലിമീങ്ങളും നാട്ടിലേക്ക് പ്രവാസം നിർത്തി കഴിഞ്ഞു പോയവരുണ്ട്. ഇന്നും 23 വർഷത്തെ പ്രവാസം നിർത്തി പോകുന്ന സഹോദരനുണ്ട്. എല്ലാവരിൽ നിന്നും നീ സ്വീകരിക്കണേ അല്ലാ. ഇതൊന്നും വെറുതെ ആക്കല്ല റബ്ബേ. എത്രയോ ആളുകൾ ഈ സദസ്സിലേക്ക് സഹായിച്ചവരുണ്ട്, സംഭാവനകൾ നൽകിയവരുണ്ട്. എല്ലാവരുടെ സംഭാവനകളും നീ സ്വീകരിക്കണേ അല്ലാ. പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ വിവിധങ്ങളായ സങ്കടങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തും ഈ മുഅ്മിനീങ്ങൾ വിഷമിക്കുന്നുണ്ട്. പടച്ച റബ്ബേ, പറയാതെ അറിയുന്ന അല്ലാ, ഈ ഉമ്മത്തിനെ മുഴുവനും നീ കാക്കണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ ഈ ഉമ്മത്തിനെ പരീക്ഷിക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നന്നാക്കാനും ചീത്തയാക്കാനും കഴിവുള്ളവൻ നീയാണ്. ലോകത്തു മറ്റൊരാൾക്കും ഒരു കഴിവുമില്ല. നീ നന്നാക്കുകയല്ലാതെ മാർഗമില്ലല്ലോ. ഞങ്ങളാ ഹൃദമാനിലാണ്. തെറ്റിൻ്റെ കൂടെ പോയി ജീവിച്ചിട്ട് ഈ ഉമ്മത്ത് അതിൻ്റെ ശിക്ഷ ഏൽക്കേണ്ട ദുർഗതി വരുത്തല്ല റഹ്മാനെ. അല്ലാ, ധാരാളം രോഗികളുണ്ട്, പ്രത്യേകിച്ച് എൻ്റെ സഹോദരനടക്കം. പടച്ചവനെ, കിഡ്നി വീക്കായവരുണ്ട്, ക്യാൻസർ ബാധിച്ചൊരു നൂറാനി സുഹൃത്തുണ്ട്. അല്ലാഹുവേ, C4 ഹംസ സക്കാഫി വല്ലാത്തൊരവസ്ഥയിലാണ് റഹ്മാനായ റബ്ബേ. 3 സക്കാഫിമാർ വൃക്ക പോയിട്ട് അവരോട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിന്നാണ് ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത്. റബ്ബേ, നീ തന്ന ഒരു അവയവവും ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തല്ല അല്ലാ. മാറ്റിവെക്കേണ്ട അവസ്ഥ തരല്ല റബ്ബേ. ജനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൈ നീട്ടേണ്ട അവസ്ഥ തരല്ല അല്ലാ. റഹ്മാനായ റബ്ബേ, സാധുക്കളായി ഞങ്ങൾക്ക് മരിക്കുന്നത് വരെ ഇസ്സത്തുള്ള ജീവിതം നൽകണേ റഹ്മാനെ. ഞങ്ങൾ മരിച്ചുപോയ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്ക് അല്ലാ. ഇരുട്ടറയാക്കല്ല റബ്ബേ. ഉമ്മമാർ, വാപ്പമാർ, വല്യമ്മമാർ, വല്യപ്പമാർ, എളാപ്പമാർ, മൂത്താപ്പമാർ, റബ്ബേ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ലക്ഷക്കണക്കായ പ്രവർത്തകന്മാർ ഇവിടെ ഗൾഫിൽ ഞാൻ ആദ്യമൊക്കെ വന്നപ്പോൾ സ്വീകരിച്ച പലരും ഖബറിലാണ്. പ്രത്യേകിച്ച് നമ്മളെ നാസറിൻ്റെ ഉപ്പ. റബ്ബേ, ഞങ്ങൾ ഒരു കുടുംബമായി ജീവിച്ചവരാണ്. എല്ലാവരുടെയും ഖബറിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഖബർ സ്വർഗത്തോപ്പാക്കണേ റബ്ബേ, വിശാലമാക്കണേ റബ്ബേ. ഇരുട്ടറയാക്കല്ല റബ്ബേ, അദാബിൻ്റെ മൽജ ആക്കല്ല അല്ലാ. സ്വർഗീയ ഭക്ഷണം നൽകണേ റഹ്മാനെ. സ്വർഗീയ വിരിപ്പ് നൽകണേ റബ്ബേ. സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കണേ റഹ്മാനെ. ഇതെല്ലാത്തുകളെ മാഫാക്കണേ അല്ലാ. റബ്ബേ, നിൻ്റെ സ്വർഗലോകത്ത് ഞങ്ങളെല്ലാവരെയും നീ ഒരുമിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ ഈ ദുആ നീ തട്ടിക്കളയല്ല റബ്ബേ. ഞങ്ങൾ പറഞ്ഞതും പറയാത്തതുമായി എന്തൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഈ ഉമ്മത്തിന് ആവശ്യമുണ്ട്, നൽകണേ റഹ്മാനെ. സകല ശർറുകളും ഒഴിവാക്കണേ റഹ്മാനെ. നീ ഏറ്റെടുത്തവയിൽ പെടുത്തണേ അല്ലാ. ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا
سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي إننا نرجو إلى كأس حولك للعطش يوم نشر كتابيا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا واحلنا إن ضاع يا سيدي خير النبي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. എല്ലാ ആളുകളും ദുആ ചെയ്യണം.